പ്രിയപ്പെട്ടവരെ, നമ്മുടെ പരിപാടികൾ ആരംഭിക്കുകയാണ്. പ്രാർത്ഥന ശ്രുതി. സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴും ആദിനാമം ഇന്നു വാഴ്ത്തിടാം. ഞങ്ങൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ. ചുവടുവയ്ക്കുമീ പദങ്ങൾ നൃത്തലോലമാകണേ. അമ്മ നൽകുമമ്മ പോലും അമൃതമാകണേ. കുഞ്ഞു വീടിനുൾത്തടങ്ങൾ സ്വർഗമാകണേ. പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. ഹൃദയരാഗതന്ത്രിമീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴും ആദിനാമം ഇന്നു വാഴ്ത്തിടാം. വേദിയിൽ ഇരിക്കുന്ന AD ശ്രീ പ്രേമരാജൻ സർ ഇന്ന് സർവീസ് ഔദ്യോഗികമായിട്ട് അവസാനിക്കുന്നതിൻ്റെ ഭാഗമായി ഉപവിഷ്ടനായ അശ്വതി PB ഉണ്ണികൃഷ്ണൻ, ഇവിടുന്ന് ബാംഗ്ലൂരിലേക്ക് സ്ഥലം മാറിപ്പോകുന്ന ഷിബു ആന്റണി, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് ഈ പരിപാടി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഇതിന്റെ സ്വാഗത പ്രസംഗം നടത്തേണ്ടത് ഫഹദാണ്. ഫഹദിന്റെ ഫാദറിന് ഉള്ളൊരു ചെറിയ ഇഷ്യൂ ആയിട്ട് ഹോസ്പിറ്റലാവുന്നതുകൊണ്ട് അത് ഡോക്ടർ ഒന്ന് കാണുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ആ ഒരു ചുമതല ഇപ്പോൾ തൽക്കാലം ഞാൻ എടുത്തിരിക്കുന്നത്. ഫഹദ് ഇവിടെ എത്തുന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഫഹദ് പരിപാടിയിൽ സംബന്ധിക്കും. നമ്മൾ ഒരുപക്ഷെ ആഗ്രഹിക്കാത്തൊരു തീയതിയാണ് ഈ മെയ് 30. ഒരുപാട് കാലമായിട്ട് അതിങ്ങനെ ഒരു രാക്ഷസൻ വന്ന് പിടിക്കുന്നൊക്കെ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു ദിവസം വരും നമുക്കറിയാം. ഈ സാധാരണ എല്ലാ റിട്ടയർമെന്റിനെ കുറിച്ച് അങ്ങനെയൊന്നും പറയാറില്ല. പക്ഷേ ഒരു കൂട്ട സ്ഥലം മാറ്റുമെന്നോ അല്ലെങ്കിൽ കൂട്ടമായിട്ട് ആൾക്കാർ ഒഴിഞ്ഞു പോക്കെന്നോ എന്താ പറയേണ്ടത് എനിക്ക് അറിഞ്ഞൂടാ. ഇങ്ങനെ ഒരു വല്ലാത്തൊരു ദിവസമാണിത്. പിന്നെ നമ്മൾ എന്ത് കാര്യങ്ങൾ വന്നാലും ഫേസ് ചെയ്തല്ലേ പറ്റും. ഇവിടുന്ന് ഔദ്യോഗിക ജീവിതം തൽക്കാലം അതിൽ നിന്ന് ഒരു റിട്ടയർമെന്റ് എടുക്കുന്ന 3 പേരെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ ഔദ്യോഗിക കാലം ഈ സ്റ്റേഷനിലും മറ്റ് സ്റ്റേഷനൊക്കെ വേണ്ടി സമർപ്പിച്ചവരാണ്. ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി പോകുന്ന ശ്രീ ഷിബു ആന്റണിക്കാണെങ്കിൽ
ഈ ട്രാൻസ്ഫർ ഒരു പുത്തരിയല്ല. അദ്ദേഹം ഒരുപക്ഷെ പോർട്ട് ബ്ലെയറിൽ നിന്ന് തുടങ്ങി കർണാടകത്തിലും കേരളത്തിലും ഒക്കെ പല സ്ഥലങ്ങളിലും വർക്ക് ചെയ്ത ഒരാളാണ്. വീണ്ടും അദ്ദേഹം കർണാടകത്തിലേക്കാണ് പോകുന്നത്. പക്ഷെ തീർച്ചയായിട്ടും ഇവിടുന്ന് സ്ഥലം മാറി പോകുന്ന ആളായാലും നമ്മുടെ കൂടെ നിന്ന് റിട്ടയർ ചെയ്യുന്ന ആളായാലും തീർച്ചയായും നമ്മളെ സംബന്ധിച്ച് അവരുടെ ഒരു സർവീസ് തൽക്കാലം നമുക്ക് നഷ്ടപ്പെടുക എന്നുള്ളൊരു അവസ്ഥ ഉണ്ട്. അത് യാതൊരു സംശയമില്ല കാര്യത്തിൽ, പ്രത്യേകിച്ച് പ്രോഗ്രാം വിഭാഗത്തിൽ. അതിങ്ങനെ കുറെ കാലങ്ങളായിട്ട് തുടർന്നു വരുന്ന ഒരു പ്രതിഭാസമാണ് ഈ റിട്ടയർമെന്റ് നടക്കുക, പകരം ആള് വരാതിരിക്കുക എന്നുള്ളത്. അപ്പൊ എങ്ങനെയാണിത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നുള്ളതിനെ കുറിച്ച് സത്യം പറഞ്ഞാൽ ഇതിന് മുകളിലിരിക്കുന്ന ആൾക്കാരാണ് ചിന്തിക്കേണ്ടത്. അപ്പൊ അവർക്ക് എന്തെങ്കിലും പദ്ധതികൾ ഉണ്ടാവുമായിരിക്കാം, അതിനെക്കുറിച്ച് നമ്മളിപ്പോ ആലോചിച്ചിട്ട് കാര്യമില്ല. പക്ഷേ നമ്മൾ സർവീസിലിരിക്കുന്ന കാലത്ത് ഇതെങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതിനെ കുറിച്ച് മാത്രമാണ് നമ്മുടെ ആകുലത. കാരണം നമുക്ക് ഒരു ഫയലാണെങ്കിൽ ഒരുപക്ഷെ ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരാൾ മാത്രമേ അതിന്, അല്ലെങ്കിൽ ഒരു കുടുംബം മാത്രമേ അതിന് ആ ഫയലിന്റെ കീഴിൽ വരുന്നുള്ളൂ. പക്ഷെ ഒരു മാധ്യമത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല. പ്രത്യേകിച്ച് ഒരു പൊതുജന പ്രക്ഷേപണ മാധ്യമം എന്നുള്ള നിലയ്ക്ക് വളരെ നല്ല രീതിയിൽ പോകുന്ന ഒരു മാധ്യമത്തിൽ പെട്ടെന്ന് എല്ലാവരും പോയിട്ട് ഒരാൾ മാത്രമോ രണ്ടു ആൾ മാത്രമൊക്കെ ആവുന്ന ഒരു അവസ്ഥ മുന്നോട്ട് എങ്ങനെ പോകുന്നുള്ളത് വലിയൊരു പ്രശ്നം തന്നെയാണ്. പക്ഷെ ഇതൊക്കെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്നെ വ്യക്തിപരമായിട്ട് ഇപ്പൊ ഇങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാലും നമ്മളത് ഫേസ് ചെയ്തേ പറ്റും. അപ്പൊ ഞാനിത് പേടിച്ച് ഇത് പോവാനോ അല്ലെങ്കിൽ ഒരു VRS എടുക്കാനോ ഒന്നും ഞാനിപ്പോ അങ്ങനെ യാതൊരു ചിന്ത ഇപ്പൊ എന്റെ മനസ്സിലില്ല. പക്ഷേ തീർച്ചയായിട്ടും ഒരു സ്റ്റേഷൻ മുന്നോട്ട് പോകണമെങ്കിൽ ഒരാളോ രണ്ടാളോ മാത്രം വിചാരിച്ചാൽ പോരാ. ഒരുപാട് പേരുടെ പ്രയത്നമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം 300-ലേറെ ആൾക്കാരുണ്ടായിരുന്ന ഒരു സ്ഥാപനമാണ്. ആ ട്രഡീഷൻ ഉണ്ട്. ഇപ്പോഴും ആയിരക്കണക്കിന് ശ്രോതാക്കളുണ്ട്, സ്പോൺസർഷിപ്പ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ഇതിന് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. നമ്മൾ വളരെയധികം കാര്യങ്ങളിൽ വിട്ടുവീഴ്ചകൾ ചെയ്താൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് നിങ്ങളോടൊരു അപേക്ഷയുണ്ട്. എന്റെ ജോലി ഞാൻ മാത്രമേ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും എൻ്റെ കൃത്യമായ നീക്കുപോക്കുകളൊക്കെ വേണം, അല്ലെങ്കിൽ ആ ക്രമീകരണങ്ങൾ വേണമെന്നൊക്കെ ഇനി ശാഠ്യം പിടിക്കാൻ പറ്റാത്തൊരു കാലമാണ്. ഒരുപക്ഷെ നമ്മളൊരു ലീവ് എടുക്കേണ്ടി വന്നാലോ അതൊക്കെ എല്ലാവർക്കും വേണ്ടി വരുന്നു. അപ്പോൾ ഇതെങ്ങനെ പോകുന്നു ഉണ്ടായിരിക്കാം, ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ടാവും. അപ്പൊ ഇപ്പൊ ഇരിക്കുന്ന ആൾക്കാർ തമ്മിൽ വളരെ നല്ല രീതിയിൽ കെട്ടുറപ്പോട് കൂടിയിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ ഈ രീതിയിൽ പോകാൻ പറ്റുള്ളൂ. അതിന് വേറെ വല്ല അഭിപ്രായങ്ങളുള്ള ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ അത് സ്വയം ആലോചിക്കുക, എന്തെങ്കിലും പോംവഴികളൊക്കെ അവര് നിർദ്ദേശിക്കുക. ഇനി ഇവിടുന്ന് പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അശ്വതി എന്ന് പറഞ്ഞാൽ അവര് കുറെ കാലങ്ങളായിട്ട് പോവാൻ തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. ഇപ്പൊ എന്ത് എനിക്കറിഞ്ഞൂടാ, ആൾക്കാര് ഇങ്ങനെ നമുക്ക് ഭയങ്കര പ്രയാസം തോന്നി. ഇവര് ഇപ്പൊ ഞാനങ്ങനെ ആലോചിച്ചിരുന്നു, പട്ടൊക്കെ നമ്മൾ പറയില്ലേ, ഇവർക്ക് പകരം നിങ്ങൾ പോയിക്കോ എന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കുന്ന ആളെ പോകാൻ തയ്യാറാണ്. ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ പറയുന്നത്. എനിക്ക് ഇതൊക്കെ എനിക്ക് വന്നതുകൊണ്ട് ഞാൻ എടുക്കുന്നതേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് ഇതൊന്നും എന്നെ ഒരിക്കലും മോഹിപ്പിച്ചിട്ടില്ല. നാളെ വേണമെങ്കിൽ എന്റെ നാട്ടില് 1-2 ഏക്കർ സ്ഥലമുണ്ട്, ഞാൻ കൃഷി ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഒരു ADP എന്നുള്ളൊരു പോസ്റ്റ് അല്ലേ. അപ്പൊ അത് സന്തോഷിക്കണോ കരയണോ എന്ന് അറിഞ്ഞൂടാ. എന്നെ സംബന്ധിച്ച് അത് ഈ വൈകി വരുന്ന നീതി എന്ന് പറയുന്നത് നിഷേധിക്കപ്പെടുന്ന ഒരു നീതിയാണ് പൊതുവെ. പണ്ടത്തെ കാലത്തൊന്നും അങ്ങനെയല്ല. പണ്ടൊക്കെ കൃത്യമായി ബോർഡുകൾ സ്ഥലം മാറി പോയിരുന്നു. ഒരു ബോർഡ് കഴിഞ്ഞ് അടുത്ത ബോർഡ് വരും. ഇപ്പൊ ബോർഡുകളൊന്നും വരുന്നില്ല. അപ്പോ ഇതൊക്കെ ഒരുപാട് എന്താ പറയാ, നമ്മുടെ ഔദ്യോഗിക രംഗത്തുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ്. പിന്നെ പരിപാടി എന്ന് വിചാരിച്ച് മരിച്ച് അവനവന്റെ ആരോഗ്യം കളഞ്ഞ് ഒക്കെ പോയാലും നമുക്ക് ഒരുപാട് ഈ പെൻഷന്റെ കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് പേപ്പേഴ്സിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ വരും. അത് എല്ലാവരും അറിയുന്നത് നല്ലതായിരിക്കും. നമ്മുടെ കടലാസുകളും നമ്മുടെ അപാറും നമ്മുടെ ഓരോ കാര്യങ്ങളൊക്കെ കൃത്യമായ ഓരോ സ്ഥലത്ത് എത്തുന്നുണ്ടോ, എത്തിയാൽ തന്നെ പിന്നെയും ചോദിക്കും എവിടെ അങ്ങനത്തെ കാലമാണ്. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം.
അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ അത് ഞാൻ അവര് അങ്ങനെ പറഞ്ഞല്ല, പക്ഷെ അതൊക്കെ എല്ലാവർക്കും ഫേസ് ചെയ്യേണ്ട ഒരു കാര്യമാണെങ്കിൽ പോലും ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അവര് നാളെ എൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരാൾ ഇറങ്ങി പോകുന്ന പോലെയാണ് ഒരാള് ഈ ഓഫീസിൽ നിന്ന് ഇറങ്ങി പോകുന്ന പറയും. അപ്പൊ പ്രോഗ്രാം വിഭാഗത്തിന്റെ ഒരു വലിയൊരു ഊർജ്ജമായിരുന്നു. നാളെ അവർ വരില്ല എന്നല്ല അതിന്റെ അർത്ഥം. പക്ഷെ പെട്ടെന്ന് എന്തായിരുന്നാലും ഒരു സർവീസ് ഒരു ബ്രേക്ക് വരികയാണ്. അപ്പൊ അതിന്റെ ഒരു വലിയ ഒരു പ്രയാസം എനിക്കുണ്ട്. പിന്നെ ഉണ്ണികൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം PB ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഇവിടെ അദ്ദേഹം നോർത്ത് ഈസ്റ്റിലാണ് ഒരു 1989 ജോയിൻ ചെയ്ത് തവാങ് എന്ന് പറയുന്ന സ്റ്റേഷനിൽ ജോയിൻ ചെയ്ത ആളാണ്. അത് കണ്ട തോന്നില്ല, കണ്ട ഇവിടുത്തുകാരൻ തന്നെ തോന്നും. പക്ഷെ ആള് നോർത്ത് ഈസ്റ്റാണ്. ട്രാൻസ്ഫർ ആയിട്ട് പോകുന്ന ഷിബു ആന്റണി ഇത്രയും ആൾക്കാർക്ക് വളരെ നല്ല ശോഭനമായിട്ടുള്ള ഒരു ഭാവി ആശംസിക്കുന്നു. മാത്രമല്ല ഇത് അവരുടെ തറവാടാണ്. എപ്പോൾ വേണമെങ്കിൽ അവർക്ക് ഇങ്ങോട്ട് വരാം. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലോ അല്ലാണ്ടോ ഒക്കെ നമ്മളെ വിളിക്കാം. നമ്മളൊക്കെ ഒരു കുടുംബാംഗങ്ങളാണ്. ഈ പോയ ആൾക്കാരൊന്നും ഒരിക്കലും പോയി എങ്ങനെങ്കിലും അങ്ങനെയല്ല. നമ്മളൊക്കെ വളരെ അധികം നാളെ ഇനിയും കാണേണ്ട ആൾക്കാരാണ്. അപ്പൊ അവരുടെ മാത്രമല്ല ഫോണിൽ കൂടെ ആണെങ്കിലും അവരുടെ പല സേവനങ്ങളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പോൾ എന്തൊക്കെ പറയേണ്ടതെന്ന് അറിഞ്ഞൂടാ, കാരണം ഒരുപാടും സംസാരിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഈ ആൾക്കാർക്കൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന ഇവർക്കൊക്കെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഇവരൊക്കെ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരോടും ഒരിക്കൽ കൂടി അവരെ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ADE ശ്രീ പ്രേമരായൻ സാറിനെ ക്ഷണിക്കുന്നു. ബഹുമാനിയായ അശ്വതി മേഡം, കൃഷ്ണകുമാർ സാർ, ഉണ്ണികൃഷ്ണൻ, ഷിബു ആന്റണി, പ്രിയ സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, മറ്റ് കുടുംബാംഗങ്ങളെ, ഞാൻ കൃഷ്ണകുമാർ സാർ പറഞ്ഞതിന്റെ ഒരു ചെറിയ ഇതായിട്ട് അങ്ങോട്ട് തുടങ്ങി പോവാം. ഫിസിക്സിൽ മാത്രമല്ല ജീവിതത്തിലും എല്ലാം കുറച്ച് കണക്കുകളുണ്ട്. എന്താ കണക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ജീവിതത്തിലെ കണക്കാണെങ്കിൽ ചിലർ നല്ലോണം ഭക്ഷണം കഴിക്കും, കുറച്ച് കഴിയുമ്പോൾ ഷുഗർ കൊളസ്ട്രോൾ ഒക്കെ വന്നിട്ട് ഭക്ഷണം കഴിക്കാണ്ടാവും. ഇത് അങ്ങനെയല്ലാതെ എപ്പോഴും ബാലൻസ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരാളാണെങ്കിൽ മിക്കവാറും ലൈഫ് ലോങ് കഴിക്കാൻ പറ്റും. ഫിസിക്സിലും അങ്ങനെയാണ്. ഇപ്പൊ നമ്മള് പിന്നെ ഫ്രീക്വൻസി F × λ = V എന്നൊക്കെ പറയുന്നതല്ല. ഒന്ന് കൂടുകയാണെങ്കിൽ മറ്റേതിൽ കുറയണം. കാരണം പ്രോഡക്റ്റ് എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. പഴയ ആൾക്കാരൊക്കെ പറയില്ലേ, അരിയൊക്കെ നമ്മൾ ജനിക്കുമ്പോഴേ അരിയൊക്കെ കണക്കാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഇപ്പൊ കൂടുതൽ കഴിച്ചാൽ പിന്നെ കുറക്കണം. ഇനി ഞാനെന്തിനാ ഇത് പറഞ്ഞതെന്ന് വെച്ചാല്, ആകാശവാണിന്റെ അല്ലെങ്കിൽ ദൂരദർശന്റെ അല്ലെങ്കിൽ നമ്മുടെ മാധ്യമങ്ങളുടെ റീച്ച് ലോകത്തിലേക്ക് എത്തുകയാണ്. ലോകം മുഴുക്കെ എത്തുകയാണ്. പണ്ട് ഒരു മീഡിയം വേവ് ട്രാൻസ്മിറ്ററും അല്ലെങ്കിൽ ഒരു FM ട്രാൻസ്മിറ്ററും വെച്ചിട്ട് ഇപ്പൊ കോഴിക്കോടാണ് ഉള്ളതെങ്കിൽ കോഴിക്കോടിന്റെ പരിധിയിൽ അതങ്ങ് നിൽക്കുമായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ അത് ലോകത്ത് എവിടെ വേണമെങ്കിലും കേൾക്കാവുന്ന ഒരു അവസ്ഥയാക്കി. പക്ഷെ ഇത് വളരെ കൂട്ടി. അതിന്റെ മറ്റേ വശം എന്തായി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആളുകൾ തീരെ ഇല്ലാണ്ടായി. ഇപ്പൊ പഴയ റീച്ചും ആളും കൂട്ടിയാൽ കിട്ടുന്ന അതേ ലെവല് തന്നെയാണ് ഇപ്പൊ റീച്ച് കൂടി ആളുകൾ തീരെ ഇല്ലാതായി ഡിപ്പാർട്ട്മെന്റിൽ. ഇപ്പൊ നാളെ മുതൽ നമുക്കും സംഭവിക്കാൻ പോണ ഇത്. നമ്മുടെ റീച്ചൊക്കെ ഭയങ്കരമാണ്. ഓസ്ട്രേലിയയിലും കിട്ടും, അമേരിക്കയിലും കിട്ടും. മൊത്തം ഗ്ലോബിന്റെ എല്ലാ ഭാഗത്തും എത്തും ഇത്. പക്ഷെ ഇത് എത്തിക്കണമെങ്കിൽ ആള് വേണ്ടേ? ആ ആളുകളുടെ കുറവാണ്. നാളെ മുതൽ പ്രോഗ്രാമിലാകെ 2 പ്രോഗ്രാം ആൾക്കാരാണ് ഉണ്ടാവുന്നത്. എന്നാൽ ഇപ്പോൾ ഉള്ള ആൾക്കാരും സഫീഷ്യന്റ് ആവുമെന്ന് ചോദിച്ചാൽ അല്ല, ഉള്ളതിനെ കൊണ്ട് ഒപ്പിച്ചു പോവായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു സമയത്താണ് പ്രോഗ്രാമിൽ നിന്ന് 2 പേര് റിട്ടയർ ചെയ്യുന്നത്. ഒപ്പം അതിന്റെ സപ്പോർട്ടിങ് മറ്റൊരു ഇത് ഇടത്തെ കൈയാണെങ്കിൽ അല്ലെങ്കിൽ വലത്തെ കൈയാണെങ്കിൽ മറ്റേ കൈയായ എഞ്ചിനീയറിംഗിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്.
ഇനിയോ ഇതിന്റെ ഒപ്പം കൊണ്ടു നടക്കാൻ വേണ്ടുന്ന കാലുകൾക്കാണെങ്കിൽ മറ്റ് വിങ്ങുകളിലും ഇതേ കാര്യങ്ങൾ നടക്കും. ഇപ്പോ ഒരു സൈഡിൽ നമ്മുടെ പ്രോഗ്രാം പല മേഖലയിൽ എത്തിക്കാൻ ശ്രമിക്കുന്നു, മറ്റേ മേഖലയിൽ അത് ചെയ്യാനുള്ള ആൾക്കാരുടെ സപ്പോർട്ടിംഗ് സ്റ്റാഫിനെ കുറച്ച് കൊണ്ടുവരുന്നു. മേ ബി ഈ പറഞ്ഞതുപോലെ എല്ലാറ്റിനും ഈ തവളനെ പിടിച്ച് വെള്ളത്തിലിട്ടിട്ട് ചൂടാക്കിയാൽ തവളക്ക് ഒരു സ്വഭാവമുണ്ട്, അറിയോ? തവളനെ ചൂടാക്കിയ തവള ചൂടിങ്ങനെ ആസ്വദിക്കും കുറെ നേരം ഇങ്ങനെ അങ്ങനെ അങ്ങനെ പോകും. തവള ഒരിക്കലും ചാടാൻ വേണ്ടി ശ്രമിക്കൂല. അങ്ങനെ അവസാനം ചൂട് സഹിക്കാനാവാതെ ഇനി ചാടാനും ആവൂല, അവസാനം അതിൽ തന്നെ അങ്ങ് ഒതുങ്ങിപ്പോകും. ഇതുപോലെയാണ് നമ്മുടെ അവസ്ഥ. ആളുകൾ കുറയുമ്പോഴും മറ്റുള്ളവർ അതിങ്ങനെ താങ്ങി 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 എല്ലാ ലോഡും താങ്ങി അവസാനം ഒരു സുപ്രഭാതത്തിനത് കൊലാപ്സ് ആവും. നമുക്ക് താങ്ങാൻ പറ്റാത്ത ഒരു ലെവലിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മേ ബി മുകളിലുള്ളവർ അതിനൊരു നന്നവേലയുള്ള ആളല്ല, അയാൾ നേരത്തെ കണ്ടുവെച്ചിരുന്ന അതിന്റെ താഴെയുള്ള ആൾക്കാർ ഇതിനൊരു പരിഹാരം കണ്ടുവെച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ശരി, ഇനി റിട്ടയർ ചെയ്ത് പോകുന്ന ആൾക്കാരുടെ കാര്യം പറഞ്ഞാൽ ഞാൻ അശ്വതി മേഡത്തിൽ നിന്ന് തുടങ്ങുകയാണ്. എനിക്കൊരു രാത്രിയില് എൻ്റെ ആ ബ്ലോക്കില് ഒരു കൂട്ടുണ്ടാവുന്ന ഒരാളാണ് അശ്വതി മേഡം. ഞാനൊരു 8 മണിക്ക് പോകുമ്പോൾ 8 മണിക്ക് ഇപ്പുറത്തും ഉണ്ടാവും ഒരാള് ഇരുന്നിട്ട് പണിയെടുക്കുന്നു. ഞാൻ മനസ്സിൽ വിചാരിക്കാറുണ്ട്, അല്ല ഇവർക്ക് വീട്ടിൽ ആരും ഇല്ലേ? ചോദിച്ചിട്ടില്ല, കാരണം ആ ചോദ്യം ഇങ്ങോട്ട് ചോദിച്ചാലോ, അങ്ങോട്ട് ചോദിക്കുമ്പോൾ ആ ചോദ്യം ഇങ്ങോട്ട് പ്രതീക്ഷിക്കണ്ടേ, അതുകൊണ്ട് ഞാൻ ചോദിച്ചിട്ടില്ല. പക്ഷെ 8 മണിക്കും ഉണ്ടാവും ഇരുന്നിട്ട് ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കുന്നു. സത്യം അതൊരു അത്ഭുതമാണ്. പ്രത്യേകിച്ചും ഒരു സ്ത്രീ, അതും ഈ പ്രായത്തില് പിന്നെ രാത്രി 8 മണി വരെയും ഇരുന്ന്. ചില സമയത്ത് അവരുടെ കുട്ടികളും ഉണ്ടാവും. ഞാൻ അവരുടെ കുട്ടികൾ എന്ന് പറയുന്നത് അവരും മറ്റുള്ളവരെയൊക്കെ അങ്ങനെയാണ് വിളിക്കാറ്, മോളെ, മക്കളെ, അങ്ങനെ ആ രൂപത്തിൽ വിളിക്കുന്നത്. ഞാനൊരു എൻക്വയറിയിൽ പോലും എൻക്വയറി ചെയ്യപ്പെടുന്ന മറ്റു ആളുകൾ മോളെ, നിനക്ക് ആ മോളെ വിളിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീൽ, അതൊരു വലിയ കാര്യമാണ്. അങ്ങനെ എനിക്ക് രാത്രിയിൽ ഞാൻ ആ ബ്ലോക്കിൽ ഒറ്റയ്ക്ക് ജോലി ചെയ്യേണ്ടി വരുമോ എന്നുള്ളൊരു പ്രയാസമുണ്ട്. ആദ്യം അസുഖം ആർക്കെങ്കിലും വന്നു കഴിഞ്ഞാൽ ഏത് ഡോക്ടറെ അടുത്താ കൊണ്ടുവന്ന് ചോദിക്കും, നമ്മൾ ഡോക്ടറെ പറ്റി ആലോചിക്കും. പക്ഷെ ഡിപ്പാർട്ട്മെന്റിലുള്ളവർ ആദ്യം ആലോചിക്കുന്നത് അശ്വതി മേഡത്തിനെ ആയിരിക്കും. ഞാൻ ഈ റീസെന്റ് അങ്ങനെ വന്നു, ഞങ്ങളുടെ ഒരു DDG കഴിഞ്ഞ ദിവസം വന്നപ്പോ ഞങ്ങൾക്ക് ഓൺ ദ വേന്റെ സുഖമില്ലാതായി. ഉടനെ ഡോക്ടർ ആരാണെന്ന് ഒന്നും നോക്കിയില്ല, അശ്വതി മേഡത്തിനെ വിളിച്ചു. പക്ഷെ കഷ്ടകാലത്തിന് കിട്ടിയില്ല കേട്ടോ. ആളുകൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ ആദ്യം അശ്വതി മേഡത്തിന്റെ നമ്പർ ഒന്ന് നോക്കും. കാരണം അവർക്ക് കോഴിക്കോടിലുള്ള എല്ലാ ഡോക്ടർമാരെയും അറിയാം. അവരെ എത്രയും പെട്ടെന്ന് കണക്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള എന്താ പറയാ സൗകര്യങ്ങളൊക്കെ അറ്റ്ലീസ്റ്റ് കുറച്ചു കാലത്തേക്ക് ആ കണ്ടിന്യൂറ്റി ഉണ്ടാവുമായിരിക്കും. അതിനുശേഷം അതിങ്ങനെ കുറഞ്ഞു വരും. ആരെങ്കിലും ആ സ്ഥാനത്തേക്ക് വരുമായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് വിരമിച്ചു പോകുന്ന രണ്ടുപേർ, ഒരാൾ എന്റെ മുറി, ഞങ്ങളുടെ മുറി പങ്കുവെക്കുന്ന ഒരാളാണ്. രണ്ടാമത്തെ ആള് എന്റെ അയൽക്കാരിയാണ്. ഇവരെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയണം എന്നുണ്ടായിരുന്നു. പക്ഷേ 12:30 വാർത്ത താഴെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് പോയേ പറ്റൂ. നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊക്കെ ഇനി ഏകാംഗ പട്ടാളങ്ങളായി മാറേണ്ട ഒരു അവസ്ഥയാണ്. നമുക്ക് ആവശ്യത്തിന് സ്റ്റാഫില്ല. ഉള്ളവരെ വെച്ച് ഒരു ട്രപ്പേസ് കളിയാണ് ഇപ്പൊ നമ്മൾ എല്ലാവരും ചെയ്യുന്നത്. ഉണ്ണിയേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ആകാശവാണിയിൽ വന്നപ്പോൾ ആദ്യമായി കണ്ട ഒരു മുഖമാണ്. അന്നും മുഖത്ത് ഈ ചിരി ഉണ്ടായിരുന്നു. ഇന്ന് അദ്ദേഹം വിരമിച്ചു പോവുകയാണ്. ആ ചിരിയോടെ തന്നെ അത് ഏറ്റവും സന്തോഷകരമായ അനുഭവമാണ്. തുടർന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിലും അദ്ദേഹത്തിന് എല്ലാവിധ ഭാവുകങ്ങളും സന്തോഷവും നേരുന്നു. അതേപോലെ അശ്വതി, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അശ്വതിയുടെ കൈവശമുണ്ട്. ഉപദേശ രൂപത്തിലോ അല്ലാതെയുള്ള സഹായത്തിന്റെ രൂപത്തിലോ ഒക്കെ അശ്വതി എന്നും ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു. അശ്വതിക്കും റിട്ടയർമെന്റ് ജീവിതം ഏറ്റവും സൗഭാഗ്യകരമാവട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഷിബുവിനെ സംബന്ധിച്ച് ട്രാൻസ്ഫർ ഒരു പുത്തിരിയല്ല. എഞ്ചിനീയറിംഗ് സ്റ്റാഫിലെ ആർക്കും ഇതൊരു പുത്തിരിയല്ല. ഷിബു ഇനിയും ഇവിടെ വരും. ഇതിലും വലിയ സ്ഥാനങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹം ഇവിടെ വരും. പക്ഷെ അന്ന് ഞങ്ങൾ ആരും ഇവിടെ ഉണ്ടാവില്ല. ഏതായാലും അദ്ദേഹത്തിനും ഒരു ശുഭയാത്ര നേരുന്നു. സമയം അതിക്രമിച്ചതുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ആശംസകൾ നേരുന്നു. പടിയിറങ്ങുമ്പോ റിട്ടയർമെന്റ് അല്ല, ജോലി കഴിഞ്ഞ് പടിയിറങ്ങുമ്പോ
മനോഹരമായ കടലാണ് നമുക്ക് കാണുന്നത്. കടലിലെ ദൂരത്തിൽ കപ്പലുകൾ ഇങ്ങനെ പോകുന്നതാണ്. നമ്മളിങ്ങനെ കപ്പൽ നോക്കി നിന്നാൽ ഞാൻ നോക്കി നിൽക്കുകയുള്ളൂ, ഒരു കപ്പലും കോഴിക്കോട് തീരത്തടുകില്ല. ഏതാണ്ട് അതേ അവസ്ഥയാണ് നമ്മുടെ നിലയത്തിന്. സർക്കാർ സർവീസിൽ പൊതുവെ പറയാറുണ്ട് നോബഡി ഈസ് ഇന്നെവിറ്റബിൾ, ആരും അനിവാര്യനല്ല. പക്ഷെ അത് അനുദിനം റിക്രൂട്ട്മെന്റുകൾ നടക്കുകയും പുതിയ പ്രതിഭകൾ വരികയും ചെയ്യുന്ന ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അത് ശരിയാണ്. പക്ഷെ നമ്മുടെ ആകാശവാണിക്ക് പ്രത്യേകിച്ച് കോഴിക്കോട് ആകാശവാണിക്ക് അത്രമാത്രം സത്യമാണ്. നോബഡി ഈസ് ഇന്നെവിറ്റബിൾ എന്ന് പറയുന്നത് അത്രമാത്രം സത്യമാണെന്നുള്ളത് സംശയകരമാണ്. ആകാശവാണിയിൽ 90-ലാണ് ഞാൻ കോഴിക്കോട് ആകാശവാണിയിൽ ആദ്യമായിട്ട് വരുന്നത്. ആ സമയത്ത് ഇവിടെ 250-ൽ പരം ക്രിയേഷൻ ക്ലബ് മുഖന്മാർ 250-ൽ കൂടുതൽ ഉണ്ടായിരുന്നു. അതിനർത്ഥം 250-ൽ പരം സ്റ്റാഫ് ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ സ്റ്റാഫ് മെമ്പർമാര് വളരെ ശുഷ്കമാണ്. അപ്പോ ഇതൊക്കെ പറയുന്നത് വളരെ മെളങ്കലിക്കായിട്ടുള്ള വളരെ വിഷാദാത്മകമായുള്ള രീതിയിലേക്ക് നമ്മൾ ചിന്തകൾ മാറിപ്പോകും. അത് വിട്ട് പറയാ. ഞാൻ 5 വർഷം ദൂരദർശനിൽ വർക്ക് ചെയ്ത ശേഷം അന്ന് അവിടെയൊക്കെ ഒരേ ഒരു ഉണ്ണികൃഷ്ണൻ ഞാനുള്ളായിരുന്നു. കോഴിക്കോട് ആകാശവാണിയിൽ ഒരേ ഒരു ഉണ്ണികൃഷ്ണൻ ഞാനായിരിക്കുന്നു വന്നപ്പോ ഇവിടെ കിടക്കുന്ന 2 ഉണ്ണികൃഷ്ണന്മാർ, സ്റ്റെനോഗ്രാഫർ ആയുള്ള ശ്രീമൻ ഉണ്ണികൃഷ്ണൻ, പിന്നെ സെക്യൂരിറ്റി ആയിട്ട് ഉണ്ണികൃഷ്ണൻ. ആ 2 പിന്നെ ഒരു ഉണ്ണികൃഷ്ണൻ വന്ന് 3-4 ഉണ്ണികൃഷ്ണന്മാരെ വന്നിട്ട് ഞാനൊരു ഐഡന്റിറ്റി ക്രൈസിസ് നേരിട്ട ഒരു അവസ്ഥ. ആകാശം പിന്നെ നമ്മൾ 6 ഉണ്ണികൃഷ്ണൻ. അപ്പൊ പലപ്പോഴും ഞാൻ ഒരു പരിപാടിക്കൊക്കെ പോകുമ്പോ ഇങ്ങനെ ഉണ്ണികൃഷ്ണൻ എന്ന് പരിചയപ്പെടുത്തുമ്പോ നിങ്ങൾ ആ പരിപാടിക്ക് ഞാൻ കേൾക്കാറുണ്ട് കേട്ടോ നന്നായിട്ട് പറയുമ്പോ നമ്മള് ആണെന്നോ അല്ലെന്നോ പറയാതെ ഇങ്ങനെ തല കുലുക്കിയ സന്ദർഭമുണ്ടായിരുന്നു. അപ്പൊ ഉണ്ണികൃഷ്ണൻ അന്ന് മുതലേ നമ്മള് 90-ലൂടെ വരുമ്പോ മുതലേ എന്റെ സുഹൃത്താണ്. അദ്ദേഹത്തിന്റെ ജഹാനയിലായിരുന്നു അദ്ദേഹം താമസിച്ചത്. അത് കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് അദ്ദേഹം കോട്ടസിൽ വന്നു. കോട്ടസിൽ വന്നപ്പോ അങ്ങനെ കുടുംബങ്ങളായിട്ടുള്ള സൗഹൃദമൊക്കെ നിലനിന്ന് പോയി. പിന്നെ ഒന്നുള്ളത് അശ്വതി മാഡം ജോയിൻ ചെയ്യുമ്പോൾ നമ്മളിവിടെ അശ്വതി ബാലകൃഷ്ണൻ ഒന്നിച്ചിട്ടുണ്ട്. ഹസ്ബൻഡ് ബാലകൃഷ്ണൻ ഒന്നിച്ചിട്ടുണ്ട്. അശ്വതി ശ്രീമൻ ബാലകൃഷ്ണനും അന്ന് മുതൽ സുഹൃത്തുക്കളാണ്, കുടുംബപരമായിട്ടും സുഹൃത്തുക്കളാണ്. അപ്പോ ഉണ്ണിയുടെ പങ്ക്ച്വാലിറ്റി, പങ്ക്ച്വാലിറ്റി വർക്കിലുള്ള ഡെഡിക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അശ്വതി മാഡത്തിന്റെ ഒരു ആസ് എ ബ്രോഡ്കാസ്റ്റർ ഹീസ് ഇന്നോവേറ്റബിൾ. നമ്മുടെ കുട്ടികളുടെ പരിപാടി അവതരിപ്പിക്കുന്ന കുട്ടികളുടെ പരിപാടി നമുക്ക് ശ്രദ്ധിച്ചറിയാം. കുട്ടികളോട് സംസാരിക്കുമ്പോൾ അവരെങ്ങനെ ഒരു അമ്മയായിട്ടോ ഒരു മുത്തശ്ശിയായിട്ടോ അല്ലെങ്കിൽ ഒരു ചേച്ചിയായിട്ടോ മാറും. അത്രമാത്രം ആവശ്യം, എത്രമാത്രം കുട്ടികളെയാണ് ഫോണിൽ അവർ ഹോൾഡ് ചെയ്തിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾ ഇങ്ങനെ എത്രമാത്രം അവരെ കേട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് അവരെ പരിപാടി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ 3 പേർക്കും മനോഹരവും കർമ്മനിരതവുമായ ഒരു റിട്ടയർമെന്റ് ജീവിതം ആശംസിക്കുന്നു. മറ്റൊന്ന്, ഇവിടെ നിന്നും ട്രാൻസ്ഫർ ആയി പോകുന്ന ശ്രീ ഷിബു ആന്റണിയാണ്. ഷിബു ആന്റണി എന്റെ അടുത്ത സുഹൃത്തും അടുത്ത സഹപ്രവർത്തകനുമാണ്. അദ്ദേഹത്തെ പറ്റി ഞാൻ ഇവിടെ വെച്ച് കൂടുതൽ പറഞ്ഞാൽ അത് മുഖസ്തുതിയായി പോകും. അദ്ദേഹത്തോട് പറയാനുള്ളതൊക്കെ വ്യക്തിപരമായിട്ട് ഇന്നലെ തന്നെ പറഞ്ഞു കഴിഞ്ഞാണ്. അദ്ദേഹത്തിന് ഇനിയും സർവീസ് ഉണ്ട്. ഔദ്യോഗിക ജീവിതത്തിൽ ഇനിയും ഉയരങ്ങൾ താണ്ടാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. കോഴിക്കോട് ആകാശവാണിക്ക് ഇപ്പോഴുള്ള ഒരു സ്റ്റാഫ് ഷോർട്ടേജ് പരിഹരിച്ച് കൂടുതൽ യുവരക്തങ്ങൾ ഇവിടെ വരാൻ ഇടവരട്ടെ. അങ്ങനെ ഒരു ചിന്തയിലേക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് മേലധികാരികൾ പോവാൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരുപക്ഷെ ഒരു റിട്ടയർമെന്റ് വേദിയിൽ എന്റെ അവസാനത്തെ ആശംസ പുസ്തകമായിരിക്കും ഇതെന്ന് വിചാരിക്കുന്നു. അടുത്ത ഒക്ടോബറിൽ ഞാനും ഈ കോഴിക്കോട് സ്റ്റേഷന്റെ പടി ഇറങ്ങുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പ്രിയമുള്ളവര്, അനിൽചന്ദ്രൻ പറഞ്ഞ പ്രാദേശിക വാർത്ത എനിക്ക് ബാധകമാണ്. ഞാൻ ചുഴിയിലാണ്. ഞാൻ ആകാശവാണി കോഴിക്കോട് നിലയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് 30 കൊല്ലായി. അപ്പോ 94-ൽ ഇവിടെ വന്നതാണ്. ആ കാലം മുതൽ അശ്വതി, ഉണ്ണികൃഷ്ണൻ, ഷിബു എല്ലാവരും ഞങ്ങളുടെ ആ ഒരു ഏർലി ടീമിലെ മെമ്പേഴ്സ് ആയിട്ട് ഇവിടെ ഉണ്ട്. അശ്വതിയെ കുറിച്ച് പറയേണ്ടി വരുമ്പോ അശ്വതി എന്നാണ് വിളിക്കാറ്. ഇപ്പൊ വയസ്സ് 5 വയസ്സ് ഞങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. 7 വയസ്സ് മൂത്ത പ്രീതാനെ വിളിച്ചിട്ടുള്ളൂ.
അതങ്ങനെയാണ്. കാരണം അങ്ങനെ ഒരു വൈബ് വന്ന കാലം മുതലുണ്ട്. ഒരുമിച്ച് ഒരുപാട് ട്രാൻസ്മിഷൻ ഡ്യൂട്ടീസിലൊക്കെ ഉണ്ട്. എനിക്ക് തോന്നിയില്ല, ദീർഘമായി പറയുന്നില്ല, കാര്യം പലർക്കും പറയാനുള്ളതുകൊണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, വന്ന കാലം മുതൽ അശ്വതിക്ക് എന്റെ അടുത്ത് അശ്വതി ചെയ്യുന്ന പല പരിപാടികളും ഞാനൊരു ഭാഗമായി ഒരു ശബ്ദമായിട്ടോ ഒരു അനൗൺസ്മെന്റ് ആയിട്ട് ആയാൽ പോലും ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഞാനത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് പലപ്പോഴും. ചെറിയ കാര്യങ്ങളായാൽ പോലും ഒരു വോയിസ് ആയാലും വേണം എന്ന് അശ്വതി അത് കൺസീവ് ചെയ്യുമ്പോഴേ മനസ്സിൽ കാണാറുണ്ട്. അപ്പൊ ആ ഒരു കരുതൽ, ആ ഒരു സ്നേഹം ഈ 30 വർഷവും എന്നോട് കാണിച്ചിട്ടുണ്ട്. അതില് രാഗദ്വേഷങ്ങളില്ലാത്ത സ്നേഹമാണ് എന്ന് എടുത്തു പറയേണ്ടത്. കാരണം വേറെ കൊണ്ടല്ല, അങ്ങനെ അത് അശ്വതി മനസ്സിൽ കരുതിയിട്ടുള്ള ഒരു സ്നേഹമാണ്. ഞാനും എല്ലാവരോടും പെരുമാറുന്ന പോലെ വളരെ സൗഹൃദത്തിനും സ്നേഹത്തിനും ഈ പറഞ്ഞ പേര് വിളിച്ച് ഉള്ള അടുപ്പവും എന്ന് പറയാനുള്ള അടുപ്പവും സ്നേഹവും ഒക്കെ ഉണ്ടെങ്കിലും ചിലർ മനസ്സിൽ കരുതുന്ന ഒരു കരുതലുണ്ട്. ആ കരുതൽ എന്ന് പറയുന്നതിന് ഒരു ഊഷ്മളതയുണ്ട്. അത് നമ്മുടെ വന്ന് തൊടും. അതൊരു അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ഒരു തലമാണ്. ആ തലം പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അത് എന്നോട് മാത്രമല്ല, എനിക്കറിയാം. കാരണം അത് അശ്വതിയുടെ ഒരു രീതിയാണ്. ഇതിപ്പോ നമ്മുടെ ഫേസ്ബുക്കിലും അതുപോലെ ശ്രോതാക്കളുടെ പല സ്റ്റേറ്റസുകളിലും ഒക്കെ അശ്വതിയെ കുറിച്ച് എഴുതിയിട്ടുള്ള പലതും നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് നമ്മൾ മാത്രമല്ല, അത് അങ്ങനെയാണ്. അത് അവരെ ആ പരിസരത്തെ ആ മനുഷ്യരെ ഓൺ ചെയ്യുന്നതാണ്. ഞാൻ വിശദമാകുന്നില്ല, കൂടുതലേക്ക് കടന്നു പോകുന്നില്ല. എന്നാലും ഒന്നുകൂടി പറയണം, എന്നോട് മാത്രമല്ല ഈ സ്നേഹവും വാത്സല്യവും ഉള്ളതെന്നും കൂടി പറയേണ്ടത് കൂടിയുണ്ട്. കാരണം അശ്വതി നാടകത്തിലിരിക്കുന്ന സമയത്താണ് മകൻ ജുവനൈൽ ആർട്ടിസ്റ്റ് ആയിട്ട് ഓഡീഷന് വരുന്നത്. അവരെ ഓഡീഷനിൽ പങ്കെടുത്തതിന് ശേഷം അന്നത്തെ നല്ല ആർട്ടിസ്റ്റുകളോടൊപ്പം ഒരു വേഷം കൊടുക്കാൻ ഒരു തവണയോ വന്നിട്ടുള്ളൂ ഇവിടെ ജുവനൈൽ ആർട്ടിസ്റ്റ് ആയിട്ട്. ഒരു കുട്ടിയുടെ വേഷം അഭിനയിപ്പിക്കാനും അശ്വതി കാണിച്ച ഉത്സാഹം ഉണ്ട്. കാരണം അശ്വതി ആൾക്കാരെ സ്പോട്ട് ചെയ്യുന്നു, അതിനെ പുറകെ പോകുന്നു, അതിനുവേണ്ടി പ്രയത്നിക്കുന്നു. അത് എന്റെ മകനോടൊന്നല്ല, ആരോടായാലും, നമ്മുടെ സ്റ്റാഫിന്റെ ആൾക്കാരോട് മാത്രമല്ല, എല്ലാവരോടും, പുറത്തുള്ള ആൾക്കാരെയും ടാലന്റിനെയും ഒക്കെ. ടാലന്റ് ഹണ്ട് എന്നൊക്കെ പറയില്ലേ, അതുപോലെ. ഇനി ഒന്നും കൂടി പറഞ്ഞു നിർത്തിയേക്കാം, എന്റെ ഭാര്യയെ 2 കൊല്ലം മുമ്പ് വിളിച്ചത് അശ്വതി തന്നെയാണ്. അത് ഭാര്യയായിട്ട് അശ്വതിക്ക് 28 കൊല്ലത്തെ പരിചയമുണ്ട്. പക്ഷെ 2 കൊല്ലം മുമ്പാണ് അശ്വതി വിളിക്കാൻ കാരണം. എന്റെ ഭാര്യ ആയതുകൊണ്ടല്ല, അവൾ ചെയ്ത ചില പ്രവർത്തനങ്ങൾ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അശ്വതി അപ്രീഷിയേറ്റ് ചെയ്തതുകൊണ്ട് അങ്ങനെ ഒരു സ്പേസിൽ വന്നപ്പോൾ അശ്വതി പറഞ്ഞു. ഞാൻ പറഞ്ഞത്, അങ്ങനെ ആപ്റ്റായ മനുഷ്യരെ എവിടെ ഉണ്ടോ അവരെ തേടുക എന്നുള്ളത് അശ്വതിയുടെ ഒരു ജീവിത ദൗത്യമാണ്. അത് ഒരുപാട് ആൾക്കാരെ, പ്രത്യേകിച്ച് വിമൻ എന്നുള്ള നിലയിൽ പ്രത്യേകിച്ച് ആ ഒരു എമ്പതി, അത് എന്താ പറയാ, അങ്ങനെ പ്രസരിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് അവർ ചേർത്ത് പിടിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് അവരുടെ ജീവിതത്തിന്റെ കാലം മുഴുവൻ അതങ്ങനെ ഉണ്ടായിരിക്കും. ആ ഒരു സ്നേഹ പ്രസാരണം അങ്ങനെ തുടരട്ടെ. അത് ഞങ്ങളുടെ ജീവിതത്തിലൊക്കെ എന്നും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. ആ ഒരു പ്രത്യാശ നമ്മളെ ഒന്നിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ അതിലൊരു വേർപാടിന്റെ വേദനയൊന്നും എനിക്കില്ല. കാരണം ഞാൻ അതിലൊക്കെ സന്തുഷ്ടനാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ അത് അവരുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് ഞാനത് എന്നും ചേർത്ത് പിടിക്കുന്നു. കുട്ടിയുടെ കാര്യം കൂടെ പ്രത്യേകിച്ച് പറയേണ്ടതുണ്ട്. കാരണം ഇത്രയും എഫിഷ്യൻസി എന്ന് പറയുന്നതിന്റെ ഒരു ആൾരൂപം നമ്മൾ അധികം പേരിൽ കാണില്ല. എന്നാൽ ഞാൻ അതിന്റെ ഒരാളാണ് എന്ന് ഒരിക്കലും ഈ സ്ലീവില് നമ്മളെ എങ്ങനെ ഓൺ ദ സ്ലീവ്സ് എന്നൊക്കെ പറയില്ലേ, അത് കടിക്കാത്ത ഒരു മനുഷ്യനാണ്. പക്ഷെ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള, അത്രയും എഫിഷ്യന്റ് ആയിട്ടുള്ള, അത്രയും ഡെപ്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കുകയും പ്രവർത്തിക്കുകയും അത് മറ്റുള്ളവർക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ഒരു സന്നദ്ധതയോട് കൂടിയിട്ട് സദാ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ. എന്നാൽ അതൊന്നും ആണെന്ന് ഭാവിക്കാത്ത ഒരു മനുഷ്യൻ. അത് ഈ പറഞ്ഞ പോലെ ഒരു നിഷ്കാമ കർമ്മം എന്നത് പറയുന്നതിന്റെ ഒരു രൂപമായിട്ടാണ് ഞാൻ ഉണ്ണി എപ്പോഴും കണ്ടത്. എന്നും കാണുമ്പോഴുള്ള ആ ഒരു സ്നേഹവും സൗഹൃദവും പലരോടും എന്ന പോലെ എന്നോടും ഉണ്ണി സൂക്ഷിച്ചിട്ടുണ്ട്. അത് പേഴ്സണലായിട്ട് പല കാര്യങ്ങളും ഞങ്ങൾ ഇടയ്ക്കൊക്കെ സംസാരിക്കാറുണ്ട്. കുടുംബത്തെക്കുറിച്ച്, ഉണ്ണിയുടെ ഭാവിയെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ചൊക്കെ ഇടയ്ക്ക് കിട്ടുന്ന ചില അവസരങ്ങളിൽ ഉണ്ണി ഷെയർ ചെയ്യാറുണ്ട്. അപ്പോഴൊക്കെ ആ ഒരു കരുതൽ ഉണ്ണിയുടെ കുടുംബത്തോട് ഉണ്ണി കാണിക്കുന്നുണ്ട് എന്ന് കൂടി ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതൊക്കെ കാണിക്കുന്നത് എന്താ വെച്ചാൽ, മനുഷ്യനെ നമ്മൾ ജോലി എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയിൽ നമ്മൾ ഒരുമിച്ച് കഴിയുന്ന കാലം കഴിഞ്ഞു പോയാലും ആ കാലത്തുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, ആ കാലം നമുക്ക് തന്നിട്ടുള്ള സമ്മാനിച്ചിട്ടുള്ള ഓർമ്മകൾ, ആ കാലം നമ്മളിൽ ഉണ്ടാക്കിയിട്ടുള്ള മുദ്രകൾ, കയ്യൊപ്പുകൾ അതവിടെ കിടക്കുമെന്നുള്ളതാണ്. അത് നല്ലതാണെങ്കിൽ എല്ലാ കാലത്തും ഓർക്കും, മോശമാണെങ്കിൽ നമ്മൾ അന്ന് തന്നെ മറന്നും പോകും. അപ്പോൾ ഒരിക്കയ്ക്കുള്ളിൽ മറഞ്ഞു എന്നൊക്കെ പറയുന്നത് മോശം അനുഭവങ്ങളാണ്. നല്ല അനുഭവങ്ങളെ കാലമെന്നും ഒരു മാധുര്യത്തോടെ, ഒരു വാത്സല്യത്തോടെ, ഒരു ഇളങ്കാറ്റ് പോലെ നമ്മളിങ്ങനെ തഴുകിക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ, അതാണ് എനിക്ക് ഉണ്ണിയിൽ നിന്നും ഉണ്ടായിട്ടുള്ള അനുഭവം. ഷിബുവിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 90s വരുന്ന കാലത്തും ഷിബു ഇവിടെ ഉണ്ട്. വളരെ വൈബ്രന്റ് യൂത്ത്, അന്ന് കൺട്രോളുകളിലുള്ള ചെറുപ്പക്കാരുടെ ഒരു വൻനിരയുടെ മുന്നിലുള്ള ആളാണ്. ഈ ബ്രോഡ്കാസ്റ്റിന്റെ കാര്യത്തിൽ അന്ന് പ്രത്യേകിച്ച് ലൈവ് ഷോസ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയ സമയത്ത്, FM വന്ന കാലത്ത് നമ്മുടെ പരിപാടികളെ ഏറ്റവും കൂടുതൽ മനുഷ്യരിൽ എത്തിക്കാനുള്ള ഒരു പ്രയത്നം വേണമെന്നുള്ള ഒരു കൂട്ടായ ചിന്ത അന്നത്തെ ടീമിന്, അത് കോഴിക്കോട് ആകാശവാണിയുടെ മാത്രം പ്രത്യേകതയാണെന്ന് ഞാൻ ഒരുപാട് സ്ഥലത്ത് വർക്ക് ചെയ്തില്ല. കൊച്ചിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെ 30 കൊല്ലമായിട്ട് എവിടെയാണെന്ന് പറഞ്ഞല്ലോ.
മറ്റു പല നിലകളിൽ നിന്നും വരുന്ന പലരും പറയുന്ന ഒരു കാര്യം, ഇത്രയും ഒരു കോർഡിനേഷൻ ഈ പ്രോഗ്രാമും എഞ്ചിനീയറിംഗും അഡ്മിനും ഒക്കെ ആയിട്ട് ചേർന്ന് നടക്കുന്ന ഒരു സ്ഥലം അധികമില്ല എന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ശ്രീ പ്രേംരാജ് സാർ, ശ്രീ കൃഷ്ണകുമാർ, അശ്വതി മാം, ശ്രീ ഉണ്ണികൃഷ്ണൻ, ശ്രീ ഷിബു, സഹപ്രവർത്തകരെ, ഈ ഏപ്രിൽ മെയ് മാസങ്ങൾ എല്ലാ സ്റ്റേഷനുകളിലും എല്ലായിടത്തും റിട്ടയർമെന്റിന്റെ ഒരു ഘോഷയാത്രയാണ്. കാരണം ഈ ഏജ് ഗ്രൂപ്പിൽ പെടുന്ന ആൾക്കാർക്ക് അന്നൊന്നും ബർത്ത് സർട്ടിഫിക്കറ്റ് ഒന്നും ആയിട്ടില്ല. ആ കാലത്ത് സ്കൂളിൽ ചേർക്കാൻ ചെല്ലുമ്പോൾ അന്ന് ഈ ഏജ് ഒപ്പിക്കാൻ വേണ്ടി ഒരു ഏപ്രിൽ അല്ലെങ്കിൽ മെയ്യിലെ ഏതെങ്കിലും ഒരു ഡേറ്റ് അങ്ങ് ഇടും. ഇപ്പം ഹെഡ് മിസ്ട്രസോ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്ററോ ആ കാലങ്ങളിൽ ഈ ചേരാൻ വന്ന കുട്ടിയുടെ പേര് ഒന്ന് മാറ്റിക്കളയാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പേരൻസിനോട് സംസാരിച്ചിട്ട് പേര് വരെ അങ്ങ് മാറ്റും, അവരൊരു പുതിയ പേരൊക്കെ ഇടും. അപ്പം ഈ ഏജ് ബ്രാക്കറ്റിലുള്ളവർ അത് കഴിഞ്ഞിട്ട് ഒരു 5-6 വർഷം, അതായത് ഒരു 70s ശേഷമുള്ളവർക്കൊക്കെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ ആയി. അവരൊക്കെ അവരുടെ യഥാർത്ഥ ഏജ് അനുസരിച്ചായിരിക്കും റിട്ടയർ ചെയ്യുക. അപ്പം ഇവരുടേതും അങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ ഒക്ടോബറിൽ ജനിച്ച ആളാണ്. എൻ്റെ ബർത്ത് ഡേറ്റ് വരുന്ന 8/5/67. അതായത് ഈ പറഞ്ഞ രീതിയിൽ സ്കൂളിൽ ചേർന്നപ്പോൾ ഇട്ടാണ്. അശ്വതിമാവ് ഈ സർവീസിന്റെ ഫാഗന്റ് എന്ന് പറയുന്ന സമയത്ത് പ്രൊമോഷൻ കിട്ടി. വളരെ ഹാപ്പിയാണ് അല്ലേ? അത് സംഭവിച്ചു. എല്ലാവർക്കും ഇവർക്ക് തൊട്ട് മുമ്പ് പോയ പല ആൾക്കാർക്കും ഒന്നും അതിനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. അശോകൊക്കെ ഏകദേശം നിങ്ങൾ ഒരേ ഏജ് ഗ്രൂപ്പിൽ വരുന്നവർ ഒരേ കാലത്ത് ജോലിയിൽ കയറിയവരും ഒക്കെയാണ്. പക്ഷെ അവർക്ക് കിട്ടാത്ത ഒരു ഭാഗ്യം രവി സാറിനും അശ്വതി മാഡത്തിനും കിട്ടി. ഈ കഴിഞ്ഞ ആഴ്ച മാഡം ഇച്ചിരി ബുദ്ധിമുട്ടി. MACP ആയിട്ട് ബന്ധപ്പെട്ട് CR കാണാനില്ല, നല്ല വിഷമത്തിലായി. CR ഇവര് ട്രെക്സ് ആയിട്ടിരിക്കുന്ന കാലത്ത് CR ഇവിടെ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ട്രെക്സിനെ പെക്സ് ആക്കുന്നതിന് മുമ്പ് ഒരു DPC ഉണ്ട്, അത് ഡയറക്ടറിലേക്ക് കൂടുന്നത്. അപ്പൊ ഡയറക്ടറിൽ DPC കൂടാൻ നേരത്ത് ഫുൾ ഡോസിയർ ആണ് ചോദിക്കുന്നത്. അത് നമ്മൾ ഇവിടുന്ന് അയച്ചു കൊടുക്കും. അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ തിരികെ തരില്ല. കാര്യം ഇവര് പെക്സ് ആയല്ലോ, അതോടുകൂടി DPC കൂടി പെക്സ് ആവും. ഈ CR അവിടുത്തെ CR സെല്ലിൽ കൊണ്ടുവെക്കും. എന്നിട്ട് പെക്സ് ആയതിനു ശേഷം വർഷാവർഷമുള്ള CR അതാത് വർഷം അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിയുമ്പം ഡൽഹിയിലേക്ക് സേഫ് കസ്റ്റഡിയിലേക്ക് ഫോർ ദ പർപ്പസ് ഓഫ് സേഫ് കസ്റ്റഡി എന്ന് പറഞ്ഞ് നമ്മൾ അയച്ചു കൊടുക്കും. ഇത് ഓരോ വർഷം ഈ ട്രെക്സ് ആയിട്ടുള്ള ആ ഡോസിയറിന്റെ പുറത്ത് അടുക്കി വെക്കും. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഇവർക്ക് പ്രൊമോഷനോ അല്ലെ DPC കൂടുമ്പോൾ വീണ്ടും ഇങ്ങോട്ട് ആവശ്യപ്പെടും. ഇതിന്റെ വേറെ ബുട്സ് എവിടാന്ന് പറയാം. അവർക്കറിയാം അവിടെ CR സെല്ലിൽ തപ്പിയാൽ മതി, കിട്ടും. പക്ഷെ അത് ചെയ്യില്ല. അപ്പൊ കഴിഞ്ഞ ആഴ്ച ഇതുപോലെ മാഡത്തിന്റെ 94-95 തൊട്ട് 99-2000 വരെയുള്ള 6 കൊല്ലത്തെ, അതായത് 30 കൊല്ലം തൊട്ട് 24 കൊല്ലം വരെ. അപ്പം ആ പീരീഡിലെ CR കാണാനില്ല. അപ്പം എന്റെ അലമാരിയിലാണ് ഇത് കാണേണ്ടത്. അപ്പൊ ആ പീരീഡിൽ ഞാനല്ല ആ സീറ്റ് കൈകാര്യം ചെയ്തുകൊണ്ട് അതിനെക്കുറിച്ച് ഇല്ലെന്നുള്ളത് എനിക്കറിയാം. കാര്യം ഒരു 2009 തൊട്ട് ഒരു 15-16 വർഷമായിട്ട് ആ അലമാര കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് ആരുടെയൊക്കെ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ ഇത് ഇല്ല. പിന്നെ ഇതിന്റെ ഈ ചരിത്രം എന്താണെന്ന് പറയാം. കാര്യം ഞാൻ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അത് ട്രെക്സ് ആയിട്ട് ഉള്ളപ്പം മേടിച്ചു വെക്കും. അതിന്റെ പുറത്ത് പെക്സിന്റെ എല്ലാം ഡൽഹിയിലാണ് അക്കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ പക്ഷെ നമ്മൾ ഡൽഹിയിൽ നിന്ന് ചോദിക്കുമ്പോൾ അതിന്റെ ഒരു റെഫറൻസ് നമ്മൾ കൊടുക്കണം. കാര്യം ഇന്ന കത്ത് പ്രകാരം ഇന്ന ഡേറ്റില് നമ്മളിത് അയച്ചു കൊടുത്തിരിക്കുന്നു എന്നുള്ളത് ഒരു മറുപടി അവർക്ക് കിട്ടിയാൽ മതി. DPC കൂടും. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും ഈ CR ഈ ബന്ധപ്പെട്ട വ്യക്തിയുടെ കാണുന്നില്ലെന്ന് വിചാരിച്ചിട്ട് പ്രൊമോഷൻ കിട്ടാതിരിക്കാനൊന്നും പറ്റില്ല. കാര്യം CR സൂക്ഷിക്കുന്നത് ഡിപ്പാർട്ട്മെന്റിന്റെ കടമയാണ്.
അത് എംപ്ലോയീസ് ആയിട്ടുള്ള നമ്മളെ പോലുള്ളവർ ചെയ്യണം. എവിടെയെങ്കിലും മിസ്സിങ് വന്നിട്ടുണ്ടെങ്കിൽ ഈ DPC കൂടാനോ കുറച്ച് തടസ്സമൊക്കെ വരുമെന്നുള്ളതല്ലാതെ കൊടുക്കാതിരിക്കാനൊന്നും പറ്റില്ല, അത് കിട്ടും. അത് അങ്ങനെ ഒരു സമാധാനമൊക്കെ കൊടുത്തു. പക്ഷെ എന്നിട്ടും മാഡം ഇതുപോലെ ഒന്നുകൂടെ നോക്കണമൊക്കെ പറഞ്ഞ് അവസാനം വന്നിട്ട് ഓഫീസിൽ അവിടെ പറഞ്ഞിട്ട് അവിടെ കാണില്ലെന്നറിയാം. പക്ഷെ എന്നാലും ഈ കുന്തം പോയ കുളത്തിൽ തപ്പണം എന്ന് പറയുന്ന പോലെ അവിടെ തപ്പിച്ച് അവസാനം അത് നമ്മുടെ ബാബുരാജിന്റെ അലമാരയ്ക്കകത്ത് ഉണ്ടായിരുന്നു. അതവിടെ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ പണ്ട് ഈ റൊട്ടേഷണൽ ഹെഡ്ഷിപ്പ് ഉണ്ടായിരുന്നു. റൊട്ടേഷണൽ ഹെഡ്ഷിപ്പ് ഉള്ളപ്പം SD ഒരു കൊല്ലം ആണെങ്കിൽ അടുത്ത കൊല്ലം SC ആയിരിക്കും. അപ്പൊ ഈ സമയത്ത് ഇത് അപ്പുറത്തും ഇപ്പുറത്തും ആ 2 റൂമിലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അപ്പൊ അങ്ങനെ പോയി അത് ഇപ്പൊ ഉള്ള ബാബുരാജന്റെ റൂമിൽ കുടുങ്ങിപ്പോയി. അപ്പം മാഡം ചെന്നിട്ട് ബാബുരാജനോട് റിക്വസ്റ്റ് ചെയ്തു. അവിടെ കാണുമെന്ന് പ്രതീക്ഷിച്ചിട്ടൊന്നും അല്ല, പക്ഷെ നോക്കി കണ്ടെടുത്ത് അതോടുകൂടി ആശ്വാസമായി. എനിക്കൊരു 14 ലക്ഷം രൂപ കിട്ടാറുണ്ട്. അപ്പൊ മാഡം ഇവിടെ ഒരുപാട് പ്രോഗ്രാം സെഷൻസ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അത് ആരോഗ്യകരമാണ് പ്രധാന കിലുക്കാമ്പട്ടി. അപ്പൊ കിലുക്കാമ്പട്ടിയെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ കുട്ടികളുടെ പ്രോഗ്രാമിൽ കുട്ടികളോട് താതാത്മ്യം ചെയ്ത് ഒരു പരകായ പ്രവേശനം നടത്തി കുട്ടിയായിട്ട് മാറിക്കൊണ്ട് അവരോട് സംബന്ധിച്ചുള്ള ആ പ്രോഗ്രാം നമ്മൾ കേൾക്കാറുണ്ട്. പിന്നെ ആരോഗ്യരംഗത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിലൊരു അപൂർവതയുണ്ട്. ഇപ്പൊ മാഡത്തിന് ശേഷം അതിനു മുമ്പ് ആരോഗ്യരംഗം ചെയ്തത് നമ്മുടെ ശിവാംബിക മാഡമാണ്. ഈ ഇവിടെ കോഴിക്കോടുള്ള ഒട്ടുമിക്ക ഡോക്ടർമാരെ എല്ലാം ഇവർക്ക് പരിചയമാണ് ഈ ആരോഗ്യം കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇടയിലും പുറത്തും നമ്മുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ഒക്കെ എന്തെങ്കിലും മെഡിക്കൽ കേസൊക്കെ ഉണ്ടാവുമ്പോൾ ഇവരെയാണ് നമ്മൾ സമീപിക്കുന്നത്. പക്ഷേ ഇവർ രണ്ടുപേരും ആരോഗ്യപരമായിട്ട് അത്ര മെച്ചത്തിലുള്ള ആൾക്കാരായിരുന്നില്ല. മിക്കപ്പോഴും ഈ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളില് ആശുപത്രിയും ഡോക്ടർമാരും ഒക്കെ ആയിട്ട് കഴിഞ്ഞുകൂടുന്നതാണ്. ഇപ്പൊ മാഡം ഇന്നത്തെ ഈ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു. മരുന്നുമൊക്കെ കഴിച്ചതാണ്ട് ഞാൻ രാവിലെ കാണുമ്പോൾ ഗുളിക വിഴുകിയിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പം പ്രശംസനീയമായ രീതിയിൽ ദീർഘകാലം ജോലി ചെയ്ത് വിരമിക്കുന്ന അശ്വതി മാമിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ശിഷ്ടജീവിതം സന്തോഷകരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തതായിട്ട് ഉണ്ണികൃഷ്ണന്റെ വിരമിക്കൽ കൊണ്ട് വേറൊരു അപൂർവത ഈ ചടങ്ങിനുണ്ട്. അദ്ദേഹം പറഞ്ഞാണ് വേറൊരു സ്റ്റെനോഗ്രാഫർ ഈ സ്ഥാപനത്തിലുള്ളതും ആകാശവാണിയിലുള്ളതും പുള്ളി തവാങ്ങിലുണ്ടെന്ന്. അങ്ങനെ ഉണ്ണിയുടെ നമ്പർ മേടിച്ച് ഞാൻ തവാങ്ങിൽ വിളിച്ചു. ഞങ്ങൾ അന്നേ പരിചയമുണ്ട്. നേരിട്ട് കാണുന്ന ഞാൻ പിന്നീട് എനിക്ക് മുന്നേ ഉണ്ണി ഇവിടെ ട്രാൻസ്ഫർ ആയിട്ട് വന്നു 90കളിൽ ആദ്യം ഫെബ്രുവരി ആണോ, ഞാൻ 91 മെയ്യിൽ ഇവിടെ എത്തി. അന്നോട്ട് ഞങ്ങൾ ഒന്നിച്ച് ജോലി ചെയ്യാണ്. ഉണ്ണി ഇവിടെ ആദ്യകാലങ്ങളിലെ സർവീസ് താഴെ SC/SD എടുത്തായിരുന്നു. ഉണ്ണി ഏതാണ്ട് 38 വർഷത്തിന് മുകളിൽ അതോടെ പറഞ്ഞ് വെർച്വലി അതൊരു സുദീർഘവും പിന്നെ പ്രശംസനീയമായ സർവീസാണ്. കാര്യം താഴെ അന്ന് നല്ല ജോലി തിരക്കുള്ള കാലമാണ്. അന്ന് നമ്മുടെ രാധാകൃഷ്ണൻ സാറ് പിന്നെ ബേബി സാറിൻ്റെ അടുത്തൊക്കെ നല്ല വർക്ക് ലോഡുള്ള കാലഘട്ടത്തിൽ അന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വിശ്രമമില്ലാതെ ജോലി ചെയ്തിട്ടുള്ളത് എനിക്കറിയാം. ഞാനന്ന് ന്യൂസിൽ അത്ര വലിയ വർക്കില്ലാത്തതുകൊണ്ട് ഞാനിത് കാണുന്നുണ്ട്. പിന്നീട് ഉണ്ണിക്ക് ന്യൂസിൽ കിട്ടി. ഉണ്ണിക്ക് അതൊരു വിശ്രമകാലമാണ്. ആ കാലം പ്രയോജനപ്പെടുത്താൻ ഉണ്ണിക്ക് സാധിക്കുന്നത്. കാര്യം ഉണ്ണിയുടെ ശ്രീമതിക്ക് വൈഫിന് ആരോഗ്യകരമായ എല്ലാ പ്രശ്നങ്ങളൊക്കെ വന്ന കാലത്ത് ഉണ്ണി താഴെയായിരുന്നെങ്കിൽ ഒരിക്കലും അങ്ങനെ ലീവ് എടുക്കാനോ അതിന്റെ പുറകിന് പായാനോ ഒന്നും സാധിക്കില്ലായിരുന്നു. അത് ഉർവശീശാവും ഉപകാരമായി മാറി ഭവിച്ചു എന്ന് പറയുന്നതിന് തുല്യമാണ്. അപ്പം ഉണ്ണിക്കും ഒരു നല്ല റിട്ടയർമെന്റ് ജീവിതം ആശംസിക്കുന്നു, നന്മകൾ നേരുന്നു. അത് ഷിബു ആന്റണി. ഷിബു ഇവിടെ പലതവണ ട്രാൻസ്ഫർ യാത്രയപ്പിൽ ഷിബു പലതവണ ഇവിടുന്ന് ട്രാൻസ്ഫർ മേടിച്ച് പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 1-2 യാത്രയപ്പിലും പങ്കെടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഷിബു ഇപ്പോൾ പ്രൊമോഷനായിട്ട് മറ്റേ ബാംഗ്ലൂരിൽ SPT പോവാണ്. അപ്പം ഇനി ഒരു 4 കൊല്ലം സർവീസ് മിച്ചമുണ്ട്. ആ 4 കൊല്ലത്തെ സർവീസിനുള്ളിൽ മിക്കവാറും പുള്ളിക്ക് ഒരു പ്രൊമോഷനോടെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അങ്ങനെ കിട്ടി കോഴിക്കോട് വന്നോ അല്ലെങ്കിൽ ഒരാഗ്രഹം കുറച്ചു മുമ്പ് ഞങ്ങൾ സംസാരിച്ചോ പറഞ്ഞിരുന്നു, കൊച്ചി കിട്ടിയാൽ
ഒരു ട്രാൻസ്ഫർ കിട്ടി അവിടുന്ന് റിട്ടയർ ചെയ്യാൻ താല്പര്യമുണ്ട്, അല്ലെ കോഴിക്കോട്. അത് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ശിഷ്ടജീവിതത്തിൽ എല്ലാ നന്മകളും ഭവിക്കട്ടെ. ഒരു ഭാഗ്യവതിയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ലാസ്റ്റ് നിമിഷത്തിൽ ഒരു പ്രൊമോഷൻ കിട്ടി. പിന്നെ പ്രോഗ്രാം ബെറ്റാവാത്തതുകൊണ്ട് നമുക്ക് ആ ചിരി ഇപ്പോഴും കാണാൻ കഴിയുന്നുണ്ട്. ഇവരെ പ്രോഗ്രാം ബെറ്റായവർ മുഴുവൻ ചിരി എന്തോ പോയാണ്. ഇപ്പൊ കൃഷ്ണകുമാറും സ്ലോലി ഫെഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ചിരി കാണുന്നില്ല. പിന്നെ മേഡത്തിന്റെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ശ്രോതാക്കളുടെ മനസ്സിലേക്കുണ്ടല്ലോ സ്നേഹത്തോടെ ആഴ്ന്നിറങ്ങുന്ന പ്രോഗ്രാമുകളാണ് എല്ലാ പ്രോഗ്രാമുകളും. കഴിഞ്ഞ ദിവസം മൂകാംബി എന്ന് ഞാൻ നമ്മളെ സെൻഡ് ഓഫ് കഴിഞ്ഞപ്പം ഒരാൾ എനിക്കൊരു വോയിസ് മെസ്സേജ് ഇട്ടു, മേഡം റിട്ടയർഡ് ആവാൻ പോവുകയാണില്ലേ, ഞാൻ എല്ലാ പ്രോഗ്രാമും കേൾക്കാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അത്രയും ദൂരെ നിന്നുണ്ടല്ലോ ഇവരെ പ്രോഗ്രാം എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് വലിയൊരു ഇത് തന്നെയാണ്. ഏതായാലും റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ പ്രോഗ്രാം തുടരും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പോയവരെല്ലാവരും തുടരുന്നുണ്ട്. ഓക്കെ, അടുത്തത് ഉണ്ണികൃഷ്ണനാണ്. ഉണ്ണികൃഷ്ണൻ ഞാൻ 94 ഇവിടെ വരുമ്പം എൻ്റെ കോട്ടേഴ്സിന്റെ തൊട്ടപ്പുറത്തായിരുന്നു ഉണ്ണി ഷീല ഒക്കെ ഉണ്ടായിരുന്നത്. അന്ന് വെൽക്കം ചെയ്ത് ഉണ്ണിയായിരുന്നു. ഉണ്ണിയപ്പം പറ്റി പറയുകയാണെങ്കിൽ സന്തോഷമാണ്. ഇത്രയും കാലം ഒരേ സ്റ്റേഷനിൽ വർക്ക് ചെയ്യാന്ന് പറഞ്ഞ വലിയൊരു കാര്യമാണ്. എങ്കിലും ഉണ്ണിക്ക് ട്രാൻസ്ഫർ കിട്ടേണ്ട ഒരു ഇതുണ്ടായിരുന്നു. ബേബി സാറ് ചെയ്തു കൊടുക്കേണ്ട എന്തോ അത് നഷ്ടപ്പെട്ടു പോയി. അതുപോലെ തന്നെ പ്രൊമോഷൻ എല്ലാവർക്കും ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇവരത് മാത്രം ഡൽഹിയിലൊക്കെ പോസ്റ്റിംഗ് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ലാസ്റ്റ് മിനിറ്റിൽ ഇവിടെ ഒരു പ്രൊമോഷൻ കൊടുക്കുകയാണെങ്കിൽ വളരെ നന്നായിരുന്നു എനിക്ക് തോന്നി. പിന്നെ ശ്രീകുട്ടിയെയും മോനെയും കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇവരൊക്കെ ചെറിയ കൊച്ചായിരിക്കുമ്പോൾ കണ്ടതാണ്. ഏതായാലും ഉണ്ണിക്കും നല്ല ചെറുപ്പം പോയില്ല എന്നാണ് പറയുന്നത്. പിന്നെയുള്ള ഷിബു ആന്റണിയാണ്. ഷിബു ആന്റണി എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ആക്ച്വലി ഒരു കോഴിക്കോട്ടുകാരൻ തന്നെയാണ്. പോയി കഴിഞ്ഞാൽ അടുത്ത പ്രൊമോഷനിൽ ഇങ്ങോട്ട് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഏതായാലും അശ്വതി മേഡത്തിനും ഉണ്ണികൃഷ്ണനും നല്ലൊരു റിട്ടയർമെന്റ് ലൈഫും, ഷിബു ആന്റണി അവിടുത്തെ ഓഫീസ് ഇതുപോലെ നല്ലൊരു സോവന അന്തരീക്ഷം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ. പഴയ തറവാട്ടിലേക്ക് തിരിച്ചു വന്നൊരു പ്രതീതിയാണ്. കാരണം 94 ഞാനിവിടെ ട്രക്സായിട്ട് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്തുള്ള എല്ലാവരും 4 പേര് 3 പേര്, ഒരാൾ പ്രൊമോഷനായിട്ട് ട്രാൻസ്ഫർ ആവുന്നു. പിന്നെ പ്രിയപ്പെട്ട ATV, നമ്മൾ ATV എന്ന് എപ്പോഴും വിളിക്കാം. അവിടെ നമ്മൾ ചുരുക്കപ്പേരിലാണ് നമ്മളൊക്കെ അറിയുന്നത്. ATV പ്രൊമോഷൻ കിട്ടുന്നു. ഇതിന്റെ പറയുന്ന എല്ലാ കഥകളും എല്ലാം കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്ന ആളോ നമ്മളും. പിന്നെ പ്രിയപ്പെട്ട ഉണ്ണികൃഷ്ണൻ 94 തൊട്ട് 24 വയസ്സിലാണ് ഞാനും കൃഷ്ണകുമാറും നമ്മളെ കുറച്ച് പേര് 24-25 വയസ്സിൽ ഒരു ഗ്രൂപ്പ്, ബോബി, പ്രീത. ഇതൊക്കെ നമ്മളെക്കാൾ വയസ്സുണ്ടെന്ന് മനസ്സിലായത് പ്രീത റിട്ടയർ ചെയ്തപ്പോഴാണ്. അത്ര പേര് നമുക്ക് അറിയില്ല. പിന്നെ ആ സമയത്ത് നമ്മുടെ ഡ്യൂട്ടി റൂമും പഴയ ആൾക്കാർക്ക് അറിയാം എങ്ങനെയായിരുന്നു ഇവിടെ ഓടിച്ചാടി സ്പൂളൊക്കെ എടുത്ത് വീണ് മരിച്ച് എങ്ങനെയൊക്കെ പണിയെടുത്ത ആൾക്കാർ. പ്രോഗ്രാമിനെ കുറിച്ച് പറയുമ്പോഴേ നമുക്കറിയാം, ശപിക്കപ്പെട്ട ഒരു വർഗമാണ് പ്രോഗ്രാം ക്യാഡർ. അതിലെല്ലാം ഉണ്ട്. നമ്മൾ ലീഗലൈസ് ചെയ്ത് സ്വപ്നം കാണാവുന്ന ഒരു ഉയരത്തിൽ എത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മറ്റു പല ജോലികളിൽ നിന്നും വന്ന ആൾക്കാരൊക്കെയാണ് മിക്കവാറും പ്രോഗ്രാമുള്ള ആൾക്കാർ. പക്ഷേ നിർഭാഗ്യവശാൽ ഡിപ്പാർട്ട്മെന്റിന്റെ കെടുകാര്യസ്ഥതയും ഒക്കെ കൊണ്ട് നമ്മൾ അർഹതപ്പെട്ട ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റാതെ വഴിയിൽ കൊഴിഞ്ഞു കൊണ്ടുവരാം. അപ്പോൾ അങ്ങനെ നമ്മൾ ദിവസവും രാത്രിയും രാവിലെ എന്നില്ലാതെ ഷിഫ്റ്റ് ഡ്യൂട്ടിയും ഒക്കെ അങ്ങനെ കറങ്ങി പ്രോഗ്രാമിന്റെ ഒരു ഭാഗത്ത് ആൾക്കാരെ വിളിക്കണം, അവരായിട്ട് കോണ്ടാക്ട് വേണം, അങ്ങനെയൊക്കെ ഒരുപാട് ബന്ധങ്ങൾ. കാരണം ഈ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ 4P എന്നാണ് പറയാ. ആ 4P ആണ് നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ ആക്കിയത്. 4P ഒന്ന് പ്ലാനിങ് ആണ്, ഒന്ന് പ്രൊഡക്ഷൻ ആണ്, മറ്റൊന്ന് പ്രൊമോഷൻ ആണ്, മറ്റൊന്ന് പിന്നെ പബ്ലിക് റിലേഷൻ ആണ്. ഇത് 4 ചേർന്നാണ് പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ജോലി എന്നാണ് പറയുന്നത്. ഇതെല്ലാം കൈകാര്യം ചെയ്യുക, പിന്നെ ബാക്കിയുള്ള എല്ലാ പരിപാടികളും ഏറ്റെടുത്ത് ചെയ്യുക, പിന്നെ ആവേശത്തോട് കൂടുതൽ പ്രോഗ്രാം ചെയ്യുക. ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു കാലഘട്ടത്തിന്റെ അവസാനത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അശ്വതി എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി, നിങ്ങൾക്കെല്ലാം അറിയാം, അതിനേക്കാൾ കൂടുതലായിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാനും ഭാര്യയും കൂടി കണ്ണൂരിൽ 2 പേര് 3 പേര് റിട്ടയർ ചെയ്യുന്നുണ്ട്.
ഇന്ന് അവിടെ ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. ഞാനിപ്പോൾ മംഗലാപുരത്താണ്, എന്നെ അവിടത്തേക്ക് തട്ടിയിരിക്കുകയാണ്. അപ്പോ ഞാൻ ഇവിടെ ആൾക്കാരൊക്കെ അസൂയ വരുന്നത്, കാരണം സ്വന്തം മലയാള പ്രക്ഷേപണത്തിൽ ജോലി ചെയ്യുക എന്നുള്ളതിന്റെ ഒരു സുഖം, മാതൃഭാഷയിൽ പ്രക്ഷേപണത്തിൽ ഒരു പ്രക്ഷേപകനെ പുറത്തേക്ക് തട്ടുമ്പോൾ ഉണ്ടാവുന്ന സംഘർഷം എന്താണെന്ന് അനുഭവിച്ചാലേ അറിയും. എഞ്ചിനീയറിംഗിൽ ആ പ്രശ്നം ഉണ്ടാവില്ല. നമ്മുടെ സുഹൃത്തായിട്ടുള്ള ബാബു പട്ടുത്തി പിന്നെ മംഗലാപുരത്തുണ്ട്. ഇപ്പൊ ഞാൻ ആകെ ബാബുவோടെ സംസാരിക്കുക, മലയാളം സംസാരിക്കാൻ ആളുകളെ. ഓക്കെ, അപ്പോ ഇവിടെ ATV എന്ന വ്യക്തിയെ കുറിച്ച് എനിക്ക് അധികം ഒന്നും പറയാൻ തോന്നുന്നത് നിങ്ങൾക്ക് എല്ലാം അറിയാം. അതിനേക്കാൾ കൂടുതൽ അറിയുന്ന ആള് തന്നെയാണ് ഞങ്ങള്. ഒന്നിച്ചില്ല, ഒരു തറവാട്ടിൽ നിന്നും നമ്മൾ പല ഭാഗത്തേക്ക് പോയി എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ, കാരണം എല്ലാവരും കാണാലോ വെച്ചിട്ടാണ്. അപ്പോ പ്രോഗ്രാമിന് വേണ്ടി വീണ് മരിക്കുന്ന ഒരു വനിത, ഒരുപക്ഷെ അശ്വതി ചേച്ചിയെ എന്ന് ഞാൻ അങ്ങനെ അശ്വതി ചേച്ചി വിളിക്കാറില്ല. അശ്വതി മാഡത്തെ ശരിക്കും ഇന്റർവ്യൂ ചെയ്യേണ്ട ആളാണ്. ഇവിടെ സ്റ്റേഷനിൽ ഇന്റർവ്യൂ ചെയ്തിട്ടോ എന്ന് എനിക്കറിയില്ല. ചെയ്യേണ്ട കാരണം എന്തുകൊണ്ട് നമ്മൾ എത്രയോ ആൾക്കാരെ നമ്മളെ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്. അപ്പൊ പക്ഷെ നമുക്കൊന്ന് ഇന്റർവ്യൂ നമുക്ക് വാക്കുകൾ കിട്ടാൻ സാധ്യതയില്ല. മൈക്കിന്റെ മുമ്പിൽ വേറൊരാൾ നമ്മളെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ. അതെ, ഓക്കെ. അപ്പൊ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയും നമ്മുടെ തുടർന്ന് ബന്ധങ്ങൾ ഒരുപാടുള്ളതുകൊണ്ട്, വീട്ടിലേക്ക് പോകുന്ന താല്പര്യമൊക്കെ ഉള്ളതുകൊണ്ട്, നമ്മൾ സ്വന്തമായതുകൊണ്ട് പ്രത്യേകിച്ച് ഈ കുടുംബത്തിൽ ഞാൻ പ്രത്യേകിച്ച് പ്രോഗ്രാം കേട്ടെന്ന് അങ്ങനെ പറയുന്നില്ല. ബാക്കിയൊക്കെ പറയാനുണ്ടാവും. ഇടയിൽ കയറി വന്ന് ഇയാളെന്താ എന്റെ സമയം കളഞ്ഞെന്ന് ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞേക്കാം. പിന്നെ ഉണ്ണികൃഷ്ണനാണ് നമ്മുടെ ഫാമിലി ഫ്രണ്ടാണ്. ഉണ്ണികൃഷ്ണൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു സദ്യ കൃഷ്ണൻ തന്നെ വിളിച്ചിരുന്നു. ആ സമയത്തും ഇപ്പോഴും വീട്ടില് പ്രശ്നങ്ങൾ, അമ്മ ഹോസ്പിറ്റലൈസ് ഇരിക്കുന്ന, ഏട്ടനെയും അനിയത്തെയും അവിടെ ഹോസ്പിറ്റലിലേക്കാണ് ഞാൻ പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞിട്ട് ആണ് ഞാൻ വന്നിരിക്കുന്നത്. ഉണ്ണികൃഷ്ണന്റെ ഫാമിലി എല്ലാവരും ഒന്നിച്ച് കാണാലോ, മോളെല്ലാം കാണാലോ എന്ന് കരുതിയിട്ടാണ് മോളെയും വളർത്താനും നോക്കിച്ചിരിക്കുന്നത്. എന്നെ കുറിച്ച് പറയുന്നത് എല്ലാവരും ഒന്നുകൂടി കാണാലോ. ചില പഴയ നമ്മുടെ മക്കളുടെ പ്രായത്തിൽ വരെ പിന്നെയും കാണാനൊരു അവസരം ഉണ്ടല്ലോ. ഹോട്ടൽസിൽ അങ്ങനെ ഒരു ജീവിതമായിരുന്നു. പിന്നെ നമ്മളെ പ്രിയപ്പെട്ട ഷിബുയെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ ഞാൻ കവരത്തിയാണ് ഓർക്കുക. കാരണം നമുക്ക് ചിക്കൻ കറി കിട്ടാൻ വേണ്ടി കഷ്ടപ്പെട്ട് ഷിബു പറഞ്ഞു, എനിക്ക് കറി വേണമെങ്കിൽ ഒരു വഴിയുണ്ട്, വാതിൽ അടച്ചാൽ മതി. എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോ നോക്കുമ്പോഴേക്ക് ആകാശവാണി കവരത്തിന്റെ മുമ്പിൽ ഞാനും മനോജും പിന്നെ ഷിബു ഇരിക്കുകയാണ്. ഒരു നിമിഷം കൊണ്ട് ചിക്കൻ കറിയെ മാറി. ആ കഥയൊക്കെ വലിയ കഥയാണ്. ഞാൻ പുസ്തകം എഴുതുന്നുണ്ട്, അതിലൊക്കെ ഉൾപ്പെടുത്തും. അപ്പോ നമ്മൾ സന്തോഷം കണ്ടെത്താൻ വേറെ ആരെങ്കിലും നമുക്ക് ക്ഷണിച്ചു തരുകയും ചെയ്യില്ല. സന്തോഷം എവിടെയാണുള്ളത് അവിടത്തേക്ക് നമ്മൾ എങ്ങനെങ്കിലും പിന്നെ വന്നെത്തിക്കൊള്ളുക. അങ്ങനെ ഞാൻ വന്നെത്തിയാണ്. എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാവരും കാണാനും ഒക്കെയുള്ളൊരു വല്ലാത്തൊരു ഫീലിംഗ് ആണ്. പിന്നെ നേരത്തെ രഘു പറഞ്ഞു ആരോഗ്യ സെക്ഷനാണ് ശിവോബി മാഡം, അശ്വതി മാഡം. അതിനിടയിൽ ഞാനും ഉണ്ടായിരുന്നു കേട്ടോ. ഫാമിലി വെൽഫെയർ ആയത് ഏറ്റവും കൂടുതൽ ഞാൻ 12 വർഷം കോഴിക്കോട് ആകാശവാണിയിൽ ഫാമിലി വെൽഫെയർ ആയിരുന്നു. കാരണം ഞാൻ ബൈ റിക്രൂട്ട്മെന്റ് തന്നെ ട്രാൻസ്പോർട്ടേഷൻ എക്സിക്യൂട്ടീവ് ഫാമിലി വെൽഫെയർ ആണ്. വന്ന ശേഷം ഫാമിലി വെൽഫെയർ തന്നെയായിരുന്നു. എപ്പോഴും വർക്ക് ചെയ്യുമ്പോൾ ഹെൽത്ത് തന്നെയായിരുന്നു. ഹെൽത്ത് എന്ന് വെച്ചാൽ അതിനർത്ഥം ഇവർക്ക് രണ്ടുപേർക്കും ഹെൽത്തിന് പ്രശ്നമുണ്ട്, എനിക്കും ഉണ്ടോന്നില്ല. ഉണ്ട്, പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആ പ്രശ്നങ്ങളൊക്കെ നമ്മള് ഇതൊക്കെ കഴിഞ്ഞാൽ ആ കുറെ പ്രശ്നങ്ങൾ പോയി. ഇപ്പൊ ഇവിടെ ഇങ്ങനെ വന്ന് നിങ്ങളെല്ലാം കാണുമ്പോഴും ഒക്കെ. ഏതായാലും മാഡത്തിന് ലാസ്റ്റ് മിനിറ്റിൽ പ്രൊമോഷൻ കിട്ടി. ലാസ്റ്റ് മിനിറ്റിലാണ് കിട്ടുന്നത്. പിന്നെ കിട്ടാതെ പോയ നിർഭാഗ്യവന്മാര് ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ ജോൺ കുര്യൻ, ലീന, അശോക്, ഇവർക്കൊന്നും കിട്ടിയിട്ടില്ല. ഈ നമ്മളെല്ലാം കാര്യത്തിൽ കാരണം നമ്മളൊക്കെ ആഗ്രഹിച്ചു വന്ന കേട്ടോ. ഞാൻ വൺ ഡേ ഐ വിൽ ബിക്കം സ്റ്റേഷൻ ഡയറക്ടർ എന്നിട്ട് വന്നതാണ്. ഒരു നാണക്കൂടും ആൾക്കാർ പറഞ്ഞില്ല. ഞാൻ ട്രാൻസ്പോർട്ട് എക്സിക്യൂട്ടീവ് ആകാശവാണി കോഴിക്കോട് നേരത്തെ ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ സ്വപ്നം കണ്ടത് ഒരു ദിവസം ഞാൻ സ്റ്റേഷൻ ഡയറക്ടർ ആവുന്നതാണ്. എനിക്കതിൽ ആ പറയുന്നതിൽ ഒരു നാണക്കടുമില്ല. അല്ലെ ഞാൻ വേറെ ജോലി ഉപേക്ഷിച്ച് വന്നതാണ്. നമുക്കത് യാതൊരു, കാരണം നമ്മൾ സ്റ്റേഷൻ ഡയറക്ടർ ആവേണ്ട ഒരാളെന്നുള്ള ധാരണയാണ് വരുന്നത് തന്നെ. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് പിന്നെ എല്ലാം കലങ്ങി പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നമ്മുടെ സുഹൃത്ത് നാളെ തൊട്ട് പ്രോഗ്രാം ഹെഡാണ്. അല്ലേ 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 ആണ്. ഞാൻ വരുന്നുണ്ട് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയിട്ട്. ഓക്കെ. അപ്പൊ എല്ലാവിധ ആശംസ നേർന്നു. ബാക്കി പേഴ്സണലായിട്ട് ഞാൻ കൈ വിളിക്കിട്ട് പറയാം. അല്ലാണ്ട് ഇപ്പോ നിങ്ങൾ ബാക്കിലോട്ട് സമയം ഞാൻ ചെലവഴിക്കുന്നില്ല. ഞാൻ മംഗലാപുരം ആകാശവാണിയിലാണ് ഉള്ളത്. അവിടുന്ന് തന്നെ ഇങ്ങോട്ട് വന്നത്. പ്രിയപ്പെട്ട 3 പേരുടെ, ഒരാളുടെ പ്രൊമോഷനാണ്, 2 പേരുടെ റിട്ടയർമെന്റ് ആണ്. അപ്പൊ അതിലൊരു ആശംസ അറിയിച്ചില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ ഈ വേദിയിൽ വരിക എനിക്ക് സന്തോഷം. വളരെ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് അനുഭവിച്ച പോരാ. അതുകൊണ്ട് ഞാൻ ഭാര്യനെ കൂട്ടി. കാരണം അവളും കൂടെ നമ്മളെല്ലാം ഒന്നിച്ച് ക്വാർട്ടേഴ്സിൽ ഇങ്ങനെ കളിച്ചു പോകുന്ന നമ്മുടെ മക്കളൊക്കെ 25-26 വയസ്സായി. ആൺകുട്ടികളൊക്കെ അന്ന് ചെറിയ കുട്ടികളായിരുന്നു. പെൺമക്കളൊക്കെ കല്യാണം കഴിഞ്ഞു, അവർക്ക് മക്കളായി. അപ്പൊ അങ്ങനെ പോവാണ്. അപ്പൊ ഒരു തറവാട്, കോഴിക്കോട് ആകാശവാണിയാണ് തറവാട്. നമ്മുടെ യൗവനം മൊത്തം അടിച്ചു പൊളിച്ചത് ഈ കോഴിക്കോട് ആകാശവാണിയിലാണ്. ഇപ്പോഴും യൗവനം തന്നെയാണ്. 25 വർഷം മുമ്പേ എനിക്ക് 25 വയസ്സായിരുന്നു.
അതായിരുന്നു പിന്നെ ന്യൂസിന് വേണ്ടി രണ്ടുപേര് പോയ പോലെ എനിക്ക് പള്ളിയിൽ പോകേണ്ട സമയമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 4 തവണ എണീറ്റു. അപ്പം എന്നെക്കാളും സ്മാർട്ടായ ആളുകളൊക്കെ കയറി പ്രസംഗിച്ചു. അതുകൊണ്ട് ഏതായാലും വളരെ സന്തോഷകരമായ അതേപോലെ തന്നെ ദുഃഖവും തോന്നുന്ന ഒരു അവസരമാണ്. നമ്മുടെ പ്രിയപ്പെട്ട 3 പേർ നമ്മുടെ സ്റ്റേഷനിൽ നിന്ന് ഇവിടെ പറയുകയാണ്. ഞാൻ ഷിബുവിൽ നിന്ന് തുടങ്ങാം. ഷിബുവിനോട് ഒരു ഉപചാര വാക്കുകൾ പറയുന്നത് ശരിയില്ല, അതുകൊണ്ട് തന്നെ ഒരുപാട് ഞാൻ പറയുന്നില്ല. പക്ഷേ ആകാശവാണിയിലെ പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് സ്റ്റാഫിന്റെ എല്ലാ വിഷയങ്ങളിലും ഒരു പേഴ്സണൽ ടച്ച് അദ്ദേഹത്തിന്റെ വക ഉണ്ടാവും. സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളെ പോലെ ഓരോ ചെറിയ വിഷയങ്ങളിൽ പോലും അദ്ദേഹം ഇടപെടും. എന്തൊക്കെ സഹായം ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ആവശ്യപ്പെടാതെ മനസ്സിലാക്കി ആ രംഗത്തേക്ക് കടന്നു വന്ന് സഹായിക്കും. പിന്നെ അവിടുത്തെ എല്ലാ സോഷ്യൽ ആക്ടിവിറ്റീസിന്റെയും പ്രത്യേകിച്ച് ട്രാൻസ്മിറ്ററിൽ പലപ്പോഴും നടക്കാനുള്ള സോഷ്യൽ ഫങ്ഷൻസിന്റെ എല്ലാം ഓർഗനൈസർ, അത് ടോട്ടൽ ഓർഗനൈസറാണ്. ഓരോ മൈന്യൂട്ട് പോയിന്റും ശ്രദ്ധിച്ച് വളരെ ഗംഭീരമാക്കി എല്ലാ പരിപാടികളും. അങ്ങനെ ഞങ്ങൾക്ക് പിന്നെ പ്രത്യേകിച്ച് ട്രാൻസ്മിറ്ററിൽ മൊത്തത്തിൽ അദ്ദേഹത്തിന്റെ കാര്യത്തെ കുറിച്ച് എല്ലാവരും പറഞ്ഞു. പക്ഷെ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് അതാണ്, അദ്ദേഹത്തിന്റെ ആ ഓർഗനൈസേഷൻ സ്കില്ല് നമുക്ക് അവിടെ നഷ്ടപ്പെടുകയാണ്. അദ്ദേഹത്തിന് പുതിയ സ്റ്റേഷനിലും അത്തരം ആക്ടിവിറ്റീസിനൊക്കെ ഒരുപാട് അവസരമുണ്ട്. ഒരുപാട് സ്റ്റാഫുള്ള സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. ഇത് ഹൈ പവർ ആണെങ്കിൽ അത് സൂപ്പർ പവർ ട്രാൻസ്മിറ്റർ ആണ്. അവിടെ ഒരു സൂപ്പർമാനായിട്ട് വിരാജിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്നാണ് ആശംസിക്കാനുള്ളത്. പിന്നെ ഉണ്ണി, ഈ ഞാനുള്ളത് കൊണ്ടാണ് ആകാശവാണി ഓടുന്നത് ചിന്തിക്കുന്ന ആളുകൾക്കിടയിൽ നമ്മളൊന്നും ഇല്ലെങ്കിലും ആകാശവാണി ഓടുമെന്ന് എന്നെ പഠിപ്പിച്ച ഒരാളാണ് ഉണ്ണികൃഷ്ണൻ. കാരണം കാര്യങ്ങളൊക്കെ ടേക്ക് ഇറ്റ് ഈസി, അത് പറയേണ്ടത് ആരോട് പറയണമെങ്കിലും നേർക്ക് നേരെ പറയും. അദ്ദേഹത്തിന് ശരിയാന്ന് തോന്നുന്നു, ഇഷ്ടപ്പെടുക എന്നുള്ളത് അദ്ദേഹത്തിന് വിഷയമേ അല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എല്ലാവരുമായിട്ട് സൗഹൃദം ഇപ്പോഴും നിലനിൽക്കുന്നത് പ്രാപട്യം അറിയാത്ത കൊണ്ട് തന്നെ. അദ്ദേഹത്തിന്റെ 1-2 വർഷം അദ്ദേഹം വിശ്രമ ജീവിതത്തിലായിരുന്നു. ഇനി എന്തായാലും അദ്ദേഹത്തിന് വല്ല ജോലിയും ചെയ്യാൻ അവസരം കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതെ, പിന്നെ ഈ വിശ്രമ ജീവിതം തുടരാതിരിക്കുക, കാരണം അദ്ദേഹത്തിന്റെ യുവത്വം നിലനിർത്തണമെങ്കിൽ എന്തെങ്കിലും ചെയ്യണം. വളരെ ഗംഭീരമാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അടുത്തത് അശ്വതി എന്ന് പറയുന്ന അശ്വതി ചേച്ചി. 2 തരത്തിലും ഞാൻ സംബോധന ചെയ്യാറുണ്ട്. ഞങ്ങൾ ഒരുപാട് ഇണങ്ങിയും പണങ്ങിയും പോയ ആളുകളാണ്. എനിക്ക് അശ്വതിയുടെ ഒരു സംഭവം ഓർമ്മ വരുന്നത്, ഒരിക്കൽ സ്റ്റുഡിയോയിൽ വന്നിട്ടൊരു ന്യൂജൻ കലാകാരി അശ്വതി എന്നെ അവഹേളിച്ചു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒച്ചപ്പാട്. സോഷ്യൽ മീഡിയയിലും മൊത്തം പത്രത്തിലും എല്ലായിടത്തും ഒച്ചപ്പാട്. അന്ന് ഒരുപക്ഷെ അവരെ പ്രതിരോധിക്കാൻ ആരുമില്ലായിരുന്നു. അവര് മാത്രം ഞാൻ അന്തം വിട്ട് നിൽക്കാണ്. അന്ന് ഞാനൊന്ന് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതിനെ കുറിച്ച്. അത് പിന്നെ അതിന് ഒരുപാട് ആളുകൾ, വളരെ എനിക്ക് ഒരു പരിചയമില്ലാത്ത ഒരുപാട് ആളുകൾ എന്നെ വിളിച്ച് അവരെ കുറിച്ച് അങ്ങനെ ആരും വേറെന്ത് പറഞ്ഞാലും അശ്വതി അവഹേളിച്ചു എന്നോ അല്ല മിസ്ബിഹേവ് ചെയ്തു എന്നോ പറയാൻ പറ്റില്ല. ചിലപ്പം പിന്നെ ദേഷ്യപ്പെട്ടിട്ടുണ്ടാവും, പണങ്ങിയിട്ടുണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ മിസ്ബിഹേവ് ചെയ്യാൻ അറിയില്ല. അതുകൊണ്ട് തന്നെ അവര് നാച്ചുറലി അങ്ങനെയാണ്. ഇത്ര വിനയം പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരുപാട് വിനയം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ്. പിന്നെ ഞാനൊരു ചെറുപ്പത്തില് ഒരു പുസ്തകം വായിക്കാറ്, അതിനുണ്ട് കുഞ്ഞുണ്ണി മാഷും കുട്ടികളും എന്ന് പറഞ്ഞ് ഒരു പങ്ക്തി. അതുപോലെ അശ്വതി ചേച്ചിയും കുട്ടികളും എന്ന് പറഞ്ഞ കുറെ കാശുത്സവം എല്ലാം കൂടെയുള്ള ഒരു കുടുംബമാണ് ഇവിടെ. ഇന്ന് പിന്നെ അവർ പോകുന്നതോടെ അവരുടെയൊക്കെ കണ്ണുകൾ നിറയുന്നുണ്ടെന്ന് എനിക്കറിയാം. അത്രയും നല്ലൊരു കോർഡിനേറ്റർ, നല്ലൊരു പ്രോഗ്രാമർ എന്ന നിലക്ക് അവര് വലിയ ഇമ്പാക്റ്റ് ആണ് സമൂഹത്തിൽ ഉണ്ടാക്കിയത്. നമുക്ക് എല്ലാവർക്കും പിന്നെ പേഴ്സണലായിട്ടും ഒക്കെ അവരെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. പ്രത്യേകിച്ച് മെഡിക്കൽ കേസിലൊക്കെ എല്ലാവരും പറഞ്ഞ പോലെ അവരുടെ കാര്യത്തിലല്ലാതെ ബാക്കിയുള്ള എല്ലാവരുടെ കാര്യത്തിലും ശ്രദ്ധാലു ആയിരുന്നു. അത് ഇനിയും ആയിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്.
ഏതായാലും ആകാശവാണിയുടെ പ്രതിഭകൾ ഏതാണ്ട് അന്യം നിന്നു പോകുന്ന ഒരവസ്ഥയാണ്. ഒരുപക്ഷെ അമീൻ സായനിയോ അല്ലെങ്കിൽ CP രാജശേഖരനോ അല്ലെങ്കിൽ പിന്നെ RKയോ അങ്ങനെയൊക്കെ തന്മയത്വത്തോടു കൂടി പ്രോഗ്രാം അവതരിപ്പിക്കാൻ കഴിയുന്ന അപൂർവ ആളുകൾ, പ്രശാന്തിനെയും വേണേ കൂട്ടാം. അപ്പൊ തന്മയത്തോടു കൂടി പരിപാടി അവതരിപ്പിക്കാൻ കഴിയുന്ന ആളുകളുടെ ഒരു തലമുറ നിന്നു പോകുന്ന ഒരവസ്ഥയിൽ നമ്മള് ഈ അനിൽ ബാലചന്ദ്രനെ പോലെ നാവിൽ ബുദ്ധി കൊണ്ട് നടക്കുന്ന ആളുകൾ ജീവിക്കുന്ന ഈ കാലത്ത് കഴിവുള്ള ആളുകളുടെ ഒരു പിരിഞ്ഞു പോകൽ ആകാശവാണിക്ക് തീർച്ചയായും നികത്താനാവാത്ത നഷ്ടം തന്നെയാണ്. അത് തിരിച്ചു പിടിക്കാൻ അത്ര എളുപ്പത്തിലാവുമെന്ന് തോന്നുന്നില്ല. ഏതായാലും ഈ ഷിബു ആന്റണിക്കും ഉണ്ണിക്കും പിന്നെ അശ്വതിക്കും എല്ലാവർക്കും അവരുടെ ഭാവി ജീവിതവും ശോഭനമാവട്ടെ. അവർക്ക് റിട്ടയർ ചെയ്യുന്നവരുടെ റിട്ടയർമെന്റ് ജീവിതം വളരെ നല്ല നിലയിൽ ആവട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അന്യം നിന്ന് പോകുന്ന 2 കേഡറിലെ ആൾക്കാരാണ് ഇന്ന് വിരമിക്കുന്നത്. സ്റ്റെനോഗ്രാഫർ ഒരാൾ പോയാൽ പകരം ആളില്ല. അതുപോലെ പ്രോഗ്രാമിന്റെ കാര്യം ഇവിടെ വളരെ ശുഷ്കമായിക്കൊണ്ടിരിക്കുന്ന പേരിന്റെ ഒരാളെ നിലനിർത്തിയിരിക്കുന്നു. ആകാശവാണി കോഴിക്കോട് കുറച്ചു കാലം കൂടെ നിൽക്കണം എന്നുള്ളതുകൊണ്ട് പേരിനൊരാളുണ്ട്. ആ രീതിയിലേക്ക് പോകുന്ന ഒരവസ്ഥ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും മോശമായ അവസ്ഥയിൽ, അതിൽ ഏറ്റവും മോശമായ ഒരു സ്റ്റേഷൻ ആയി തീരുകയാണ് കോഴിക്കോട്. കാരണം ഒരു കാലത്ത് കേരളത്തിലെ ആകാശവാണി നിലയങ്ങളുടെ പാരമ്പര്യത്തിൽ ഏറ്റവും ഔന്നത്യത്തിൽ, കാരണം ഒരുപാട് സാഹിത്യകാരന്മാരൊക്കെ വിരാജിച്ച ഒരു സ്റ്റേഷൻ, ഒരുപാട് സ്റ്റേഷൻ ഡയറക്ടർമാരും ഒക്കെ അത്രയും ഔന്നത്യത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാരുണ്ടായിരുന്ന ഒരു സ്റ്റേഷൻ ഈ നിലയിലേക്ക് അധപ്പതിക്കുമ്പോൾ എങ്ങനെ ഈ എന്താ പറയാ നമ്മുടെ ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകും എന്ന് തിരിച്ചറിയാനാവാത്ത ഒരവസ്ഥയിൽ ഇപ്പോഴും ഇന്നിപ്പോ മെയ് 31 നാളെ ജൂൺ 1 തീയതി കൃഷ്ണകുമാർ ഒരാൾ സാറ് പറഞ്ഞു ഞാൻ പ്രോഗ്രാം കേട്ട് പ്രശാന്ത് നേരത്തെ പറഞ്ഞു ഇല്ല ഞാനില്ല. പക്ഷെ അങ്ങേർക്ക് ഒരു തരത്തിലും ഒഴിയാൻ പറ്റില്ല, ആയേ പറ്റുള്ളൂ. ആ അവസ്ഥയിലാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് കൊണ്ടെത്തിക്കുന്നത്. അതുപോലെ നേരത്തെ രഘു പറഞ്ഞ പോലെ അശ്വതി മാഡം ആ ടെൻഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് 14 ലക്ഷം അല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 14.5 ലക്ഷം നഷ്ടപ്പെടുന്നതിന് പകരം അവർക്ക് 14.5 ലക്ഷം കൂടെ വേറെ ഒരു 3-4 ലക്ഷം കൂടെ കിട്ടി വലിയൊരു എമൗണ്ടിന്റെ ഒരു സാമ്പത്തിക നഷ്ടത്തില് ഉപരി അതൊരു അവഹേളനമാണ്. ഒരു പ്രസ്ഥാനത്ത് നിന്ന് വിരമിക്കുമ്പോൾ നമ്മുടെ കിട്ടാനുള്ള പിന്നെ ഗ്രാറ്റുവിറ്റി, അതായത് ഒരു നമ്മുടെ സർവീസിൽ ഏറ്റവും ഒരു ഗവൺമെന്റ് സർവീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ഏറ്റവും വലിയൊരു സമ്പാദ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു എന്താ പറയാ ഒരു അതിലേക്ക് നമ്മളെ ആകർഷിക്കുന്ന ഈ ഗ്രാറ്റുവിറ്റി എന്നുള്ള ഇതാണ്. അതിൽ നിന്നാണ് നമ്മൾ ഈ മാഡത്തിനെ സംബന്ധിച്ച് കാൽക്കുലേഷൻ നടത്തുമ്പോൾ കിട്ടിയ അതാണ് രഘു പറഞ്ഞ ഒരു എമൗണ്ട് എന്ന് പറയുന്നത്. ആ അത്രയും തുക നഷ്ടപ്പെടാണ്. അതിനൊരു വേറൊരു ദുര്യോഗം കൂടെ മാഡത്തിനുണ്ടായി. അതായത് ബാക്കി കേരളത്തിലെ ഞാൻ കഴിഞ്ഞ 1-2 മാസമായിട്ട് നെറ്റിലും അവിടെ ഇവിടെയൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കിട്ടിയ ഒരു ഇത് പറയുന്നത് അശ്വതി മാഡത്തിന്റെ പേരൊഴിച്ച് ബാക്കി കേരളത്തിലെ എനിക്കറിയാവുന്ന എല്ലാ പെക്സുമാർക്കും ഫസ്റ്റ് ACP കിട്ടിയിരുന്നു. പക്ഷേ മാഡത്തിന്റെ പേര് ഞാൻ പലതരത്തിൽ സെർച്ച് ചെയ്ത് നോക്കി. അവസാനം അശ്വതി എന്ന പേരിൽ സെർച്ച് ചെയ്തപ്പോ ഒരു കടലാസ് കിട്ടി. അത് പറഞ്ഞാൽ അവര് ഏതോ ഒരു ഈ കോഴിക്കോട് ആകാശവാണിയിലെ അന്ന് നിലവിലുണ്ടായിരുന്ന എല്ലാ പെക്സുമാരും കൊടുക്കേണ്ട ഒരു പേപ്പർ കൊടുക്കാത്തത് കൊണ്ടാണ് അവര് ഇത് കൺസിഡർ ചെയ്യാതിരുന്നത്. അപ്പൊ അവരുടെയൊക്കെ പേരിൽ കൂട്ടത്തില് മാഡത്തിന്റെ പേരുണ്ടായിരുന്നു. പക്ഷെ അവർക്കൊക്കെ പിന്നീടുള്ള ഡേറ്റുകളിൽ ഈ ഫസ്റ്റ് ACP ഓർഡർ വന്നു. വീണ്ടും അവിടെയും മാഡത്തിന്റെ പേര് വന്നില്ല.
അപ്പൊ അത്രയും ഒരു ഇപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇന്ന് വിരമിക്കുന്ന 2 പ്രോഗ്രാം എക്സിക്യൂട്ടീവുകളിൽ 2 പ്രോഗ്രാം എക്സിക്യൂട്ടീവ് അല്ല, ഇപ്പൊ ADP ആയി. ഇപ്പം നമുക്ക് കാരണം ലാസ്റ്റ് മിനിറ്റിലെ പ്രോഗ്രാം പ്രൊമോഷൻ വന്നതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും അത് മാറിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ വന്നത്. ക്ഷമിക്കണം. അപ്പോ അവരിൽ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിക്കാൻ പോകുന്ന ഒരവസ്ഥയിലായതുകൊണ്ടാണ് മാഡത്തിന് എനിക്ക് ശരിക്കും അത് മനസ്സിലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അത് അത്രയും ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഞാൻ വിശദീകരിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല. പക്ഷെ രഘുവിടെ പറയുകയും മാഡത്തിന്റെ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ആകുലതകൾ കണ്ടപ്പോൾ ഉണ്ടായ ഒരു വിഷമത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും അത് പരിഹരിക്കപ്പെടും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിലാണ്. കാരണം നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന ആ കടലാസ് കിട്ടിയതോടുകൂടി തന്നെ അതിനൊരു പുനർജീവം കിട്ടിയിട്ടുണ്ടെന്നും കഴിഞ്ഞ ദിവസം DPC നടന്നിട്ടുണ്ടാവുമെന്നും ഓർഡേഴ്സ് അടുത്ത ദിവസം വരുമെന്നും പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇത്തരം വലിയൊരു റിക്കവറി ഒഴിവായി കിട്ടുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇവിടെ ഇതിനു മുമ്പേ റിട്ടയർ ചെയ്ത അശോകൻ സാറായാലും ജോൺ കുര്യൻ സാറായാലും ലീന മേഡായാലും ഇവർക്കൊക്കെ ഈ ഒരു പ്രതിസന്ധി വന്നപ്പോഴുണ്ടായിരുന്ന സമയത്തും ലാസ്റ്റ് ഈ റിട്ടയർ ചെയ്യുന്ന ദിവസം ആകുമ്പോഴേക്കും അവർക്ക് അതിൻ്റെതായ ഓർഡേഴ്സ് വന്നതുകൊണ്ട് ഇത്രയും ആകുലതകൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതിപ്പോ ഇന്ന് മെയ് 31 കഴിഞ്ഞ ദിവസം DPC കൂടിയിട്ടുണ്ടെങ്കിൽ ഓർഡർ ഇറങ്ങേണ്ട സമയമായിട്ടും ഇറങ്ങിയിട്ടില്ല എന്നുള്ളതൊരു ഇതാണെങ്കിലും അതൊരു സാങ്കേതികത്വം മാത്രമായിരിക്കും. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ അത് വരുമെന്നും ഗ്രാറ്റുവിറ്റി ഫൈനലൈസ് ചെയ്യുമ്പോഴേക്കും അത് റിക്കവറി ഇല്ലാതായിരിക്കും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ സാധാരണ സാങ്കേതികത്വം ഒന്നും പറഞ്ഞതിന് ഡിപ്പാർട്ട്മെന്റ് വേറെ ഇഷ്യൂ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും സംഭവിക്കും. മാഡത്തിന് അതുകൊണ്ട് തന്നെ സന്തോഷകരമായിട്ട് തന്നെ ഒരു റിട്ടയർമെന്റ് ലൈഫ് മാഡത്തിന് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ ഉണ്ണി നേരത്തെ പറഞ്ഞ പോലെ തന്നെ വംശനാശം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇതിൽ തന്നെയാണ് അതും. കാരണം ഞങ്ങളൊക്കെ ആ ഒരു ഇതിൽ തന്നെയാണുള്ളത്. എഞ്ചിനീയറിംഗ് വിഭാഗവും കുറച്ച് കഴിയുമ്പോൾ അങ്ങനെയാവും. പക്ഷെ ഇപ്പൊ അവര് ഒരു കൺസിസ്റ്റന്റ് ആണ്. കാരണം കുറെ സ്റ്റേഷൻ പൂട്ടിയത് കൊണ്ട് അവിടെ നിന്നുള്ള ആൾക്കാരും ഒക്കെ വന്നതുകൊണ്ട് എവിടെയും ഇപ്പൊ തൽക്കാലം അത്ര ഒരു പ്രതിസന്ധി ഇല്ലാന്നേ ഉള്ളൂ. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ മൊത്തം ഒരു നേരത്തെ പ്രശാന്ത് പറഞ്ഞതിൽ നിന്ന് എനിക്ക് ഒരു തിരുത്തലുണ്ട്. കാരണം പ്രോഗ്രാം വിഭാഗം മാത്രമല്ല ഉറങ്ങാതിരിക്കുന്നത്. പ്രോഗ്രാം പോകണമെങ്കിൽ അവർ ഉറങ്ങാതിരിക്കണം. അതേപോലെ തന്നെ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള ഉദ്യമത്തിലാണ് അഡ്മിനിസ്ട്രേഷൻ നിൽക്കുന്നത്. അവർക്കും ഇപ്പൊ പറഞ്ഞ പോലെ മാഡത്തിന്റെ ആകുലത, ആ ആകുലത നമ്മൾ കൂടി ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ അത് കൂടുതൽ വർദ്ധിക്കുകയുള്ളൂ. അപ്പൊ ആ ആകുലതക്ക് ഇപ്പൊ അവരുടെ പ്രൊമോഷൻ അല്ല ഈ MACP കിട്ടിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അത് നടപ്പിലാക്കണമെങ്കിൽ അതിന്റെ ബാക്കി കാര്യങ്ങൾ റെഡിയാക്കണം. അത് ഇത്രയും ദിവസത്തിനുള്ളിൽ ചെയ്തില്ലെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഗ്രീവൻസ് പെറ്റീഷൻ ഫയൽ ചെയ്യാം. അതിന് ഉത്തരം കൊടുക്കേണ്ടതും അതിന് മേലെ തൂങ്ങേണ്ടതും ഈ ഭരണവിഭാഗം ആൾക്കാരായിരിക്കും. അപ്പൊ ആർക്കും ഇത്തരം പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ ഈ ഡിപ്പാർട്ട്മെന്റിലെ ഒരാൾക്കും ഉറങ്ങാൻ പറ്റില്ല. വ്യക്തിപരമായിട്ട് നല്ലൊരു സൗഹൃദമാണ്. നേരത്തെ ഇവിടെ ആരോ പരാമർശിച്ച പോലെ നല്ലൊരു പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പോകുന്ന സ്ഥലങ്ങളിൽ അതിൻ്റെതായ ഗുണമുണ്ടാവുകയും ഇവിടുന്ന് പോകുമ്പോൾ ഈ സ്റ്റേഷന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തികളെ എല്ലാവരുടെയും ഈ ഇന്നത്തെ യാത്രയയപ്പ് എന്ന് പറയുന്നത് ഈ സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖകരം തന്നെയാണ്. നേരത്തെ ഇവിടെ സന്നിഹിതൻ അല്ലെങ്കിലും രവീന്ദ്രൻ സാറും ഇന്ന് വിരമിക്കുന്ന 3 പേരും വളരെ എന്താ പറയാ എല്ലാ ആൾക്കാരോടും വളരെ നല്ല സൗഹൃദം സൂക്ഷിക്കുന്ന ആൾക്കാരാണ്. വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ നടത്താൻ താല്പര്യമുള്ളവരാണ്. ഇപ്പൊ രവീന്ദ്ര സാർ ഇപ്പൊ HOP എന്ന നിലയിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പല കാര്യങ്ങൾക്കും അദ്ദേഹത്തിന് ചില സമയത്ത് അദ്ദേഹത്തിന് കാണാൻ കിട്ടിയില്ലെങ്കിൽ കൂടി അദ്ദേഹം എവിടെ വന്നിട്ട് ഒപ്പിടണം എന്ന് പറഞ്ഞാൽ ഓഫീസിൽ വന്ന് അദ്ദേഹം വന്ന് ഒപ്പിട്ടിരിക്കും. ആ ഒരു പരസ്പര സഹകരണം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നേരത്തെ കൃഷ്ണകുമാർ സാറ് പറഞ്ഞ പോലെ എല്ലാത്തിനും അങ്ങനെയുള്ള പരസ്പര സഹകരണം ഉണ്ടെങ്കിൽ നമുക്ക് ഒത്തുപിടിച്ചാൽ മലയും പോകും എന്നുള്ള പഴഞ്ചൊല്ല് അനർത്ഥമാക്കിക്കൊണ്ട് നമുക്ക് കുറച്ചു കാലം കൂടി ഈ നമ്മുടെ പ്രസ്ഥാനം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും എന്ന് ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നിർത്തുന്നു. ആദ്യമേ ഒരു ചെറിയ ക്ഷമാപണത്തോടു കൂടി ആരംഭിക്കട്ടെ. കാരണം 3 പേരുടെയും അനുവാദം വാങ്ങി കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് ഉള്ളത് കാരണം
ആണ് നമ്മൾ സാധാരണ 3 മണിക്ക് നടത്താറുള്ള ഒരു ഫെയർവെൽ പാർട്ടി 11ലേക്ക് നിശ്ചയിച്ചത്. പക്ഷെ 11നും എത്താൻ പറ്റാത്ത രീതിയിൽ ഒരു ഹോസ്പിറ്റൽ കേസിലാണ്. അതിനിടയിലാണ് ഇപ്പൊ ഒന്ന് ലീവാണെങ്കിലും ഇങ്ങോട്ട് വന്നത്. ഇവര് 3 പേരും യാത്രയാകുന്ന ഈ ഒരു പരിപാടിയുടെ ഭാഗമാകണം എന്നുള്ളതുകൊണ്ട് ഇന്നത്തെ യാത്രയപ്പ് എനിക്ക് തോന്നുന്നു കുറച്ച് പലതുകൊണ്ടും കുറച്ച് വ്യത്യസ്തമായ ഒരു യാത്രയപ്പാണ്. കാരണം 3 പേര് ഒരുമിച്ച് ഒരേ ദിവസം പോകുന്നു, അല്ലെങ്കിൽ 3 പേർക്ക് ഒരേ സമയം യാത്രയപ്പ് നൽകുന്നു എന്നുള്ളത് ഇതുവരെ അങ്ങനെ ഞാൻ വന്നതിന് ശേഷം കണ്ടിട്ടില്ല. ക്ലബ് അങ്ങനെ നടത്തിയിട്ടുമില്ല. 2 പേര് വരെ ഉണ്ടായിട്ടുണ്ട്, 3 പേര് ആദ്യമായിട്ടാണ്. അതുപോലെ തന്നെ ഇപ്പോ വന്നു നോക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് സ്ഥലം മാറിപ്പോയെന്ന് തോന്നി. കാരണം സാധാരണ ഉള്ളതിനേക്കാൾ ഒരുപാട് ക്ലബ്ബ് പരിപാടികൾക്ക് സാധാരണ കാണാത്ത ഒരുപാട് പേര് വന്നെത്തി എന്നതിനുള്ള ഒരു സന്തോഷം കൂടി അറിയിക്കട്ടെ. ഈ 3 പേരും യാത്ര പറഞ്ഞു പോകുന്നതിലെ ഒരു പ്രത്യേകതയായിട്ട് തോന്നുന്നത് ആകാശവാണിയിലെ എല്ലാ വിഭാഗത്തെയും പ്രതിനിധീകരിക്കുന്ന ആളുകൾ ഇന്ന് യാത്രയായി പോകുന്നു എന്നുള്ളതാണ്. പ്രോഗ്രാം വിഭാഗത്തിൽ നിന്നും അശ്വതി മാഡവും, എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ നിന്നും ഷിബു സാറും, അഡ്മിനിസ്ട്രേഷനും ന്യൂസും ചേർന്നുകൊണ്ടുള്ള വിഭാഗത്തിൽ നിന്ന് ഉണ്ണിയേട്ടനും. അപ്പോ എല്ലാ വിഭാഗത്തിന്റെയും ഒരു നഷ്ടമാണ് ഇന്നത്തെ ഒരു ദിവസം എന്ന് നമുക്ക് പറയാം. ഏതെങ്കിലും ഒരാളിൽ നിന്ന് തുടങ്ങണമല്ലോ. ഞാൻ അശ്വതി മാഡത്തിൽ നിന്നും തുടങ്ങുന്നു. കാരണം എനിക്ക് വ്യക്തിപരമായി കൂടുതൽ സമയം ഔദ്യോഗിക കാര്യങ്ങളിൽ ഇടപെടേണ്ടി വന്നിട്ടുള്ളത് അശ്വതി മാഡവുമായിട്ടാണ്. ഇപ്പൊ ഓർമ്മ വരുന്ന ഒരു കാര്യം, അശ്വതി മാഡത്തെ ആദ്യമായിട്ട് കാണുന്നത് ഇവിടെ ജോയിൻ ചെയ്ത ആദ്യത്തെ ദിവസമാണ്. ഓർത്ത് നോക്കുമ്പോൾ അതും ഇതുപോലൊരു വെള്ളിയാഴ്ച ഏതാണ്ട് ഒരു ഉച്ച സമയമായിരുന്നു. അന്ന് രാധാകൃഷ്ണൻ സാറായിരുന്നു ADP. പക്ഷെ സാർ അന്ന് ലീവായിരുന്നത് കൊണ്ട് ശിവാംബിക മാഡത്തിന്റെ അടുത്തായിരുന്നു പോയത്. അപ്പൊ ശിവാംബിക മാഡത്തിന്റെ അടുത്ത് റൂമിൽ ഇരിക്കുമ്പോഴാണ് അശ്വതി മാഡത്തെ കാണുന്നത്. ആദ്യമായിട്ട് കിട്ടിയ ജോലി ആയതുകൊണ്ടും അന്നൊരു താരതമ്യേന ചെറുപ്പമായിരുന്നത് കൊണ്ടും ഒരു കെയർ ടേക്കർ എന്നുള്ള രീതിയിൽ ഫാദറിന്റെ കൂടെയായിരുന്നു ഓഫീസിൽ വന്നത്. അപ്പോ അശ്വതി മാഡം പിന്നീടും എന്നോടത് പലതവണ പറഞ്ഞിട്ടുണ്ട് ഉപ്പയുടെ കൂടെ വന്നതിനെ കുറിച്ചൊക്കെ. ഇന്ന് ഇപ്പൊ മറ്റൊരു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഇതുപോലെ ഉപ്പയുടെ അടുത്ത് നിന്നും ഞാനൊരു കെയർ ടേക്കറായി ഉപ്പയുടെ അടുത്ത് നിൽക്കുന്ന സമയത്താണ് ഇവിടെ അശ്വതി മാഡത്തിന്റെ യാത്രയപ്പിന് ഇവിടെ എത്തുന്നത് എന്നത് ഒരു യാദൃച്ഛികതയായിട്ട് തോന്നുന്നു. ഇന്ന് രാവിലെ ഹോസ്പിറ്റലിൽ ഇരുന്നുകൊണ്ട് പത്രം വായിക്കുമ്പോൾ ഉപ്പ എന്നോട് പറഞ്ഞു, അതാ നീ പോകാൻ പോകുന്ന പരിപാടിയുടെ വാർത്ത പത്രത്തിലുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോ അന്ന് തൊട്ട് ഇന്ന് വരെ അശ്വതി മാഡത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എല്ലാവരും പറഞ്ഞു കാണുമെന്ന് മനസ്സിലാക്കുന്നു. അതൊരു ആവർത്തനമാകും. എന്തൊക്കെയാണ് പറഞ്ഞത് പറയാത്തത് എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഞാൻ ഇപ്പൊ വന്നതേ ഉള്ളൂ. ഒരു സ്നേഹത്തോടു കൂടിയും ഒരു സൗഹൃദത്തോടു കൂടിയും ഇടപെടുന്ന ആ ഒരു പ്രത്യേകത തന്നെയാണ് എല്ലാ കാലത്തും ഏറ്റവും വ്യക്തിപരമായിട്ട് അശ്വതി മാഡത്തിൽ എന്നെ ആകർഷിച്ചിട്ടുള്ള ഒരു കാര്യം. എന്നാൽ പ്രക്ഷേപക എന്ന രീതിയിൽ നമ്മളൊരു കൃത്യമായി ഒരു നിർവചനം, ഏറ്റവും നല്ലൊരു പ്രക്ഷേപകൻ അല്ലെങ്കിൽ പ്രക്ഷേപക ആരായിരിക്കണം എന്നുള്ളതിന് ഒരു നിർവചനം കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പൊതുവെ പറയാറുള്ള കാര്യം മികച്ച ശബ്ദം, മികച്ച അവതരണം, മികച്ച വായന, അതുപോലെ ഏറ്റവും ആവശ്യമുള്ള ഏറ്റവും അറിവ് ഉള്ള മേഖലകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ചലച്ചിത്ര ഗാനങ്ങളെ കുറിച്ചും സാഹിത്യത്തെ കുറിച്ചും ഒക്കെ കൃത്യമായ അവബോധം വേണം എന്നൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ എല്ലാ ക്വാളിറ്റികളും ഒത്തിണങ്ങി വരുന്ന ഒരു പ്രക്ഷേപകയാണ് അശ്വതി മാഡം എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. മലയാള ചലച്ചിത്ര ഗാനങ്ങളെ കുറിച്ചുള്ള അവഗാഹം എന്ന് പറഞ്ഞത് കൃത്യമായി അത് അർത്ഥം അങ്ങനെ തന്നെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. കാരണം ഇവിടുത്തെ ജോലിക്ക് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ ഏത് കാലഘട്ടത്തിൽ ഏത് പാട്ടുകളെ കുറിച്ച് ചോദിച്ചാലും ഏത് പരിപാടിയിലും അത് കൃത്യമായിട്ട് പറയാനും അത് ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള പാട്ട് സെലക്ട് ചെയ്ത പരിപാടിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവതരിപ്പിക്കാനും അശ്വതി മാഡം എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. മാത്രവുമല്ല ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ള കിലുക്കാമ്പെട്ടി പോലുള്ള പരിപാടികൾ, അത്തരം പരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ ഒരു LKG കുട്ടിയോട് സംസാരിക്കുന്ന ആ ഒരു ഭവ്യതയോടുകൂടിയും വാത്സല്യത്തോടുകൂടിയും സംസാരിക്കുകയും ആരോഗ്യം സെക്ഷൻ പോലെ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഒരു സെക്ഷൻ കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും കോവിഡും നിപ്പയും പോലുള്ള ഏറ്റവും ഭയാനകമായ സാഹചര്യങ്ങളിലൂടെ നമ്മുടെ ഏരിയ, പ്രത്യേകിച്ചും
കോഴിക്കോട് കടന്നു പോയിരുന്ന ഒരു സമയത്ത് ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ രീതിയിൽ ആ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും മുൻകൈ എടുത്ത, അത് മറ്റേത് മാധ്യമങ്ങളെക്കാളും മുൻപ് തന്നെ അതിലെ ഏറ്റവും വിദഗ്ധരെ കൊണ്ടുവന്ന് പരിപാടികൾ അവതരിപ്പിക്കാൻ മുൻകൈ എടുത്തിരുന്ന ആളായിരുന്നു അശ്വതി മാഡം. ആ പരിപാടി ചെയ്യുമ്പോൾ അതിന് വേണ്ട അത്രയും ഗൗരവത്തോടു കൂടിയുള്ള അവതരണവും, കിലുക്കാമ്പെട്ടി പോലുള്ള ഒരു പരിപാടി അവതരിപ്പിക്കുമ്പോൾ അത്രയും താഴ്ന്ന ഏറ്റവും ചെറിയ കുട്ടികളോട് സംസാരിക്കുന്ന രീതിയിൽ സംസാരിക്കാനും കഴിയുന്ന മറ്റൊരാൾ നമ്മുടെ നിലയത്തിൽ ഇപ്പോൾ ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. അപ്പോ ആ രീതിയിൽ അവതരണത്തിനെ ഏത് രീതിയിലും ഏറ്റവും മികച്ച രീതിയിലാക്കാനുള്ള എല്ലാ സ്കില്ലും എല്ലാ നൈപുണ്യവും ഉള്ള ഒരാളാണ് അശ്വതി മാഡം. പിന്നെ ഓർക്കുന്നത് നാടകവുമായി ബന്ധപ്പെട്ടാണ്. കാരണം ഞാൻ ഇവിടെ 2015 ജോയിൻ ചെയ്ത സമയത്ത് ഡ്യൂട്ടി റൂമിന്റെ കൂടെ തന്നെ കുറച്ചു കാലം മീര മാഡം ആയിരുന്നു അന്ന് ADP. അപ്പോ 2 സെക്ഷനിലേക്ക് അറ്റാച്ച് ചെയ്തിരുന്നു. അശ്വതി മാഡത്തിന്റെ സ്പോക്കൺ വേർഡ് ഡ്രാമ സെക്ഷനുകളിലേക്കും മാത്യു സാറിന്റെ ഒരു സെക്ഷനിലേക്കുമായിരുന്നു അന്ന് അറ്റാച്ച് ചെയ്തിരുന്നത്. അപ്പോ ഈ 2 പേരുടെയും കൂടെ ആയിരുന്നു തുടക്കകാലത്തെ ഡ്യൂട്ടി റൂമിന് പുറമേ ഉണ്ടായിരുന്നത്. ആ സമയത്തും ഇതുപോലെ അശ്വതി മാഡത്തിന്റെ കൂടെ ജോലി ചെയ്യാനും അതിലെ ഏറ്റവും മികച്ച ഉപദേശങ്ങൾ മാഡം തന്നിട്ടുണ്ട്. ആദ്യമായിട്ട് ഒരു പരിപാടി അവതരിപ്പിച്ചപ്പോ അവസാനമായിട്ടും അതാണെന്ന് തോന്നുന്നു, എനിക്കൊരു ഫീഡ്ബാക്ക് മാഡം തരുന്നത് എന്റെ ഒരു പ്രോഗ്രാമിന് തന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അതിങ്ങനെയായിരുന്നു, നിനക്ക് ഇന്റർവ്യൂ ചെയ്യുമ്പോഴൊക്കെ ഒന്ന് ചിരിച്ചൂടെ എന്നായിരുന്നു ചോദിച്ചത്. അപ്പോ ആ ഒരു ഉപദേശം പിന്നീട് ചെയ്ത ഏത് പരിപാടിയെ കുറിച്ചും വിമർശനാത്മകമായി സമീപിക്കുമ്പോൾ എനിക്ക് സ്വയം തോന്നുന്ന ഒരു കാര്യം, ഒരു പക്ഷേ ആ ഉപദേശം ഉപബോധ മനസ്സിൽ വളരെയധികം ആഴ്ന്നു കിടക്കുന്നത് കൊണ്ടായിരിക്കാം അത് പിന്നീട് ആവർത്തിക്കപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പുവരുത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് തോന്നുന്നത്. നാടകത്തിന്റെ കാര്യം പറഞ്ഞു. ഞങ്ങൾ വന്ന സമയത്താണ് മാഡം പ്രൊഡ്യൂസർ ആയിക്കൊണ്ട് ഈ സ്റ്റേഷനിൽ ഒറ്റയ്ക്ക് എന്നതുപോലുള്ള മലയാളത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള നടന്മാരിൽ ഒരാളായ മുരളി ഗോപിയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ 2 ദിവസം നാടകമൊക്കെ നടത്തിയത് ഓർമ്മയുണ്ട്. അതില് മാഡത്തിന്റെ കൂടെ സഹകരിക്കാനും പറ്റിയത് ഓർക്കുന്നു. ഉണ്ണിയേട്ടനെ കുറിച്ച് പറയുമ്പോ ഈ സ്റ്റേഷനിൽ ഒറ്റയ്ക്ക് എന്ന് അശ്വതി മാഡത്തിന്റെ നാടകത്തിന്റെ പേരിന് സമാനമായ രീതിയിൽ ഔദ്യോഗിക ജീവിതം നയിക്കുന്ന ഒരാളാണ് ഉണ്ണിയേട്ടൻ എന്ന് തോന്നുന്നു. ഉച്ചയ്ക്ക് ശേഷം ന്യൂസ് സെക്ഷനിൽ നോക്കിയാൽ ഈ സെക്ഷനിൽ ഒറ്റയ്ക്ക് എന്നുള്ള രീതിയിൽ എപ്പോഴും ഇരിക്കുന്ന ഒരാളാണ് ഉണ്ണിയേട്ടൻ. വളരെ പേഴ്സണലായിട്ട് അതുകൊണ്ട് തന്നെ ആ സമയത്തൊക്കെ സൗഹൃദം പങ്കിടാനുള്ള അവസരങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തെ ഏറ്റവും നല്ല രീതിയിൽ സംസാരിക്കാൻ കിട്ടുന്നതും ഉച്ച കഴിഞ്ഞാണ്. അപ്പോ രാവിലെ അദ്ദേഹത്തിന്റെ ഒരു റോന്ത് ചുറ്റലുണ്ട്. ലൈബ്രറി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ കൃത്യമായി ഒരു 11-11:30 എത്തും. അപ്പൊ കുറെ നേരം സംസാരിച്ചിരിക്കും. പിന്നെ എന്തെങ്കിലും ആവശ്യവുമായിട്ട് ചെന്നു കഴിഞ്ഞാലും എന്ത് സഹായവും ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം റെഡിയാണ്. സാധാരണ അത് ഉപയോഗിക്കാൻ പിന്നെ മടിയാണെങ്കിലും പക്ഷെ അദ്ദേഹം എന്ത് സഹായവും നമുക്ക് ചെയ്യും. എന്തെങ്കിലും ഔദ്യോഗികമാണെങ്കിലും അല്ലെങ്കിലും ഏത് രീതിയിലും സമയം ചെലവഴിച്ചുകൊണ്ട് തൻ്റെതല്ലാത്ത കാര്യങ്ങൾ ഉൾപ്പെടെ ചെയ്തു തരാൻ അദ്ദേഹം വളരെ താല്പര്യം കാണിക്കാറുണ്ട്. അത് ഷിബു സാറുമായിട്ട് ഇന്നലെ സംസാരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു സേവനം നമ്മളെ സംബന്ധിച്ച് കൂടുതൽ സമയവും അദ്ദേഹം ട്രാൻസ്മിറ്റിലായിരിക്കും ഉണ്ടാവാറുള്ളത്. ഞങ്ങളൊക്കെ വന്ന ശേഷം അദ്ദേഹം സാധാരണ ഇവിടെ വരാറുള്ളത് ക്ലബിന്റെ എന്തെങ്കിലും പരിപാടി ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ കൺട്രോൾ റൂമിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു മീറ്റിംഗ് ഒക്കെ ഉണ്ടാകുമ്പോഴാണ് അദ്ദേഹത്തെ സ്ഥിരമായിട്ട് കാണാറുള്ളത്. എങ്കിലും എപ്പോ കാണുമ്പോഴാണെങ്കിലും വളരെ നല്ല രീതിയിൽ ഏത് സമയത്തും ഇടപെടുന്ന, വലുപ്പച്ചെറുപ്പമില്ലാതെ എല്ലാവരോടും ഇടപെടുന്ന, സൗഹൃദം പുലർത്തുന്ന ഒരാളാണ് ഷിബു സാർ. ഇന്നലെ സംസാരിച്ചപ്പോഴാണ് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞത് എനിക്കൊരു കൗതുകം ഉണ്ടാക്കി. കാരണം ഇവിടെ വരുന്നതിന് മുൻപ് അദ്ദേഹം 1 വർഷം ഡിഫൻസിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഡിഫൻസില് ഈ പീരങ്കി, വെടിയുണ്ട, ഷെല്ല് തുടങ്ങിയവയുടെയൊക്കെ ഇൻസ്പെക്ഷൻ നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട ജോലി ഉപേക്ഷിച്ചാണ് അദ്ദേഹം ഇവിടെ വരുന്നത് എന്ന് പറഞ്ഞു. അപ്പോ ഇപ്പോ താരതമ്യേന അദ്ദേഹം ഇപ്പൊ പോകുന്നത് സൂപ്പർ ഹൈപ്പർ ട്രാൻസ്മിറ്ററിലേക്കാണ്. അതിനെ കുറിച്ച് ചോദിച്ചപ്പോ 600 ഏക്കറുള്ള ഒരു ക്യാമ്പസ് ആണ് അതെന്നാണ് പറഞ്ഞത്. ബാംഗ്ലൂർ നഗരത്തിന് നടുവില് 600 ഏക്കർ ഉള്ള ഒരു ഏരിയയാണ് നമ്മുടെ ഈ സൂപ്പർ ഹൈപ്പർ ട്രാൻസ്മിറ്റർ. ഇപ്പോ
തീർച്ചയായിട്ടും ഈ ഒരു യാത്രയയപ്പ് ചടങ്ങിൽ പങ്കെടുക്കണം എന്ന്, ഒരു സമയം വൈകിയാലും പങ്കെടുക്കണം എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു. അത് ഈ 3 പേരും അത് വളരെയധികം അർഹിക്കുന്നവരാണ്. അത്തരം ഒരു മികച്ച യാത്രയയപ്പ് അർഹിക്കുന്നവരായതുകൊണ്ടും സഹപ്രവർത്തകരുടെ നല്ല വാക്കുകൾ തീർച്ചയായിട്ടും അവരിലേക്ക് എത്തണം എന്നുള്ളത് കൊണ്ടുമാണ് ഇന്ന് ലീവാണെങ്കിലും ഇവിടെ എത്തിച്ചേർന്നത്. വളരെ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ക്ലബിന്റെ പരിപാടികൾ നടത്തുമ്പോൾ യാത്ര പറഞ്ഞു പോയവരൊക്കെ, പ്രത്യേകിച്ച് റിട്ടയർ ചെയ്തവരൊക്കെ അടുത്ത ഓണത്തിനൊക്കെ നമ്മൾ അതിഥിയായിട്ട് ഒരു കൊല്ലത്തിനുള്ളിൽ റിട്ടയർ ചെയ്തവരൊക്കെ വിളിക്കാറുണ്ട്. അങ്ങനെ ഇനിയുള്ള ഓണമൊക്കെ വരാൻ പോവുകയാണ്. ഒരു ക്ഷണം ക്ലബ്ബ് നടത്തുമ്പോൾ സമയം കണ്ടെത്തി വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ അടുത്ത് റിട്ടയർ ചെയ്ത 2 പേരാണ് പ്രോഗ്രാം സെക്ഷനിൽ നിന്ന് സ്ത്രീകൾ റിട്ടയർ ചെയ്തത്. പ്രീത മാഡവും ലീന മാഡം ആയിരുന്നു. 2 പേരും പറഞ്ഞു, നീ ഈ മംഗളാശംസകളും എല്ലാം നേർന്നു പോയതിനു ശേഷം ഇതുവരെ ഇരിക്കാനൊരു മിനിറ്റ് പോലും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കാം. പുരുഷന്മാർക്ക് പക്ഷേ റിട്ടയർ ചെയ്തു പോയാൽ കുറച്ച് റെസ്റ്റ് കിട്ടുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോ 2 പേർക്കും റിട്ടയർമെന്റിന് ശേഷം വളരെ സുഖകരമായ ഒരു ജീവിതം ആരോഗ്യത്തോടുകൂടിയും ആയുസ് ഓടുകൂടിയും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം പുതിയ വെല്ലുവിളികൾ കൂടുതൽ മികച്ച രീതിയിൽ ഏറ്റെടുത്തുകൊണ്ട് ഈ സ്ഥാപനത്തിന് എല്ലാവിധ സംഭാവനകളും നൽകാൻ ഷിബു സാറിനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ നന്ദി. താങ്ക് യു. ആരോഗ്യപരമായിട്ട് 3-4 ദിവസമായിട്ട് പരിശീലനയാണ്. പനി വന്നു. ഇതിൽ പങ്കെടുക്കാൻ പറ്റുമെന്ന് ഓർത്തതല്ല. പിന്നെ ഈ റിട്ടയർമെന്റ് ഫംഗ്ഷൻ മാറ്റി വെക്കണമെന്ന് നമ്മുടെ ഓഫീസിൽ നിന്നും നമ്മുടെ പ്രിയപ്പെട്ട മേലധികാരികളും സഹപ്രവർത്തകരും ഒക്കെ ചോദിച്ചു. അത് ബുദ്ധിമുട്ടായേക്കും എന്നോർത്താണ് വേണ്ട എന്ന് വെച്ച് പോകുന്നത്. മാത്രമല്ല, എൻ്റെ മകൾ 2-ാം തീയതി ഗൾഫിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇതോർത്ത് മാത്രം ലീവ് എടുത്ത് വന്ന കുട്ടിയാണ്. അതിനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്നോർത്തു. അപ്പം സന്തോഷത്തോടെ ഇവിടെ നിൽക്കുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വേദിയിൽ നിന്ന് തുടങ്ങാം. ഷിബു, ഉണ്ണി, പ്രേമരാജൻ സാർ, കൃഷ്ണകുമാർ. സദസ്സിൽ എന്ന് പറയുമ്പോൾ ദൂരെ നിന്ന് വന്ന പ്രശാന്ത്, ഭാര്യ നിഷ, ഉണ്ണികൃഷ്ണൻ, സിനി, എൻ്റെ ആദ്യകാലത്തെ സഹപ്രവർത്തകൻ, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വിനോദ്, ഭാര്യ രാഖി, ഇവരൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. ബാക്കി എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും സദസ്സിലുണ്ട്. ഉണ്ണികൃഷ്ണന്റെ കുടുംബം ഷീലയുണ്ട്, മകൾ ശ്രീകുട്ടിയുണ്ട്, ശ്രീനാഥും ഉണ്ട്. എല്ലാവരെയും കാണുന്നതിൽ സന്തോഷം. എല്ലാവരെയും മനസ്സിൽ ചേർത്ത് വെച്ചുകൊണ്ട് തുടങ്ങാം. ഉണ്ണിയിൽ നിന്ന് തുടങ്ങാം. ഉണ്ണി നമ്മൾ എല്ലാവർക്കും പറഞ്ഞു കഴിഞ്ഞതാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു കാര്യമുണ്ട്. ഇപ്പൊ 1 മണി നേരാണ്. ഈ കൃത്യം 1 മണിക്ക് ഊണ് കഴിക്കേണ്ട കുറച്ച് പേരുണ്ടെന്ന് എനിക്കറിയാം. അവർക്കൊക്കെ വിഷമമുണ്ട്. അതുകൊണ്ട് വേഗം പറഞ്ഞു തീർക്കാം. ഉണ്ണി എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ കോട്ടേഴ്സിൽ നമ്മളെല്ലാവരും പ്രശാന്ത്, ഉണ്ണി, കൃഷ്ണകുമാർ, അങ്ങനെ ഞങ്ങള് രഘു എല്ലാവരും ഒന്നിച്ച് താമസിച്ച് സന്തോഷത്തോടെ വളർന്നവരാണ്. അക്കൂട്ടത്തിൽ ഉണ്ണിയെ കുറിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, നേരത്തെ പറഞ്ഞവർ പറഞ്ഞു, ഉണ്ണി വളരെ കൃത്യമാണ്. അതോടൊപ്പം ഉണ്ണി വളരെ സെന്റിമെന്റലുമാണ്. അത് പറയാൻ കാരണം, എൻ്റെ മകൾ ഗായത്രിയുടെ കല്യാണത്തിന് എൻ്റെ മൂത്ത സിസ്റ്റർ മരിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞ് കല്യാണം മാറ്റിവെക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ടായിരുന്നു ക്ഷണപത്രം കൊടുക്കാൻ എനിക്ക് നേരിട്ട് വന്നില്ല. കാശുൽ കുട്ടികളാണ് എല്ലായിടത്തും കൊടുത്തത്. നേരെ മറിച്ച് കുറച്ചു പേർക്കെങ്കിലും നേരിട്ട് കൊടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ
വന്ന കൂട്ടത്തിൽ ഒരു കത്ത് എന്റെ കയ്യിൽ പിടിച്ചു. ഉണ്ണി അന്ന് ലീവ് ആയതുകൊണ്ട് കൊടുക്കാൻ പറ്റിയില്ല. പിന്നീടൊട്ട് കൊടുക്കാനും പറയാനും പറ്റിയില്ല. അതിൽ കരഞ്ഞ ഒരാളാണ്. പിന്നീട് മകളും ഭർത്താവും വന്ന് നേരിട്ട് കണ്ട് കെട്ടിപ്പിടിച്ച് സാന്ത്വനിപ്പിച്ച് സമാധാനിപ്പിച്ച ഒരാളാണ്. കാരണം അദ്ദേഹം അത്രയേറെ സ്നേഹബന്ധങ്ങളെ കരുതുന്ന ഒരാളാണ്. അപ്പം അദ്ദേഹത്തിനും കുടുംബത്തിനും അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റിനോടനുബന്ധിച്ച് നല്ലൊരു ജീവിതം, സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉള്ള ഒരു ജീവിതം ആശംസിക്കുന്നു. ഷിബു നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ സൗമ്യവും ശാന്തവുമായിട്ട് നമുക്ക് ഏറ്റവും അടുത്ത ഒരാള്, ഒരു അനിയൻ, ഒരു സുഹൃത്ത്, അത്രയും കെയറോടുകൂടി സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന ഒരാളാണ് ഷിബു. 28-ാം തീയതി 28-നല്ലേ ഷിബു ട്രാൻസ്മിറ്ററിൽ ഒരു ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തപ്പോൾ ഞാൻ ആശുപത്രിയിലാണ്. കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ ഗ്ലൂക്കോസ് ഒക്കെ കയറ്റി കിടക്കുകയാണ്. കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ എനിക്ക് പ്രശാന്ത് കുമാറിനെ മറക്കാൻ പറ്റില്ല. പ്രശാന്ത് കുമാർ എപ്പോഴും പറഞ്ഞുകൊണ്ട് പറയുന്ന ഒരു വാക്കുണ്ട്, ATVനെ കണ്ടില്ലെങ്കിൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ 105 റൂമിൽ ചെന്നാൽ മതി എന്ന്. അതുപോലെ അന്ന് 105-ലല്ല കാഷ്വാലിറ്റിയിലായിരുന്നു പ്രശാന്ത്. അപ്പം പിന്നെ ഇനി ഇതൊരു വിടവാങ്ങൽ പ്രസംഗമാണ്. അപ്പോൾ തീർച്ചയായിട്ടും കുറച്ച് നന്ദി വാക്കുകൾ എനിക്ക് പറയേണ്ടതുണ്ട്. ആദ്യം നിങ്ങൾ പറഞ്ഞ ഓരോ നന്ദി വാക്കുകൾക്കുമാണ് നന്ദി. എന്നെ കുറിച്ച് പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും, എന്നെ കുറിച്ച് പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും നന്ദി. ഈ നിലയത്തിനോടും നന്ദി. ഈ നിലയത്തിന്റെ ഓരോ ഇടനാഴിയോടും മൺതിരിയോടും നന്ദി. ഇവിടെ എൻ്റെ കൂടെ ഒപ്പം തുടക്കം മുതലുണ്ടായിരുന്ന എല്ലാവരെയും ഓർക്കുന്നു, എൻ്റെ ഗുരുക്കന്മാരെ ഓർക്കുന്നു. അതിനു മുൻപായി എനിക്ക് നന്ദി പറയേണ്ടത് എൻ്റെ മാതാപിതാക്കളോടാണ്. എന്നെ ഞാനാക്കിയ എൻ്റെ മാതാപിതാക്കള്, എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ. എൻ്റെ അമ്മ കാരണമില്ലാതെയും ആരോടും ചിരിക്കാം എന്ന് പഠിപ്പിച്ച ഒരു ധന്യയാണ് എൻ്റെ അമ്മ. കാരണമില്ലാതെയും ആരോടും ചിരിക്കാം. അമ്മ അത് പറഞ്ഞിട്ടുണ്ട്, കാണിച്ചു തന്നിട്ടുണ്ട്. അച്ഛൻ ഇപ്പൊ സാറ് പറഞ്ഞില്ലേ, ഈ നമ്മൾ പ്രോഗ്രാം ചെയ്ത് മരിക്കുമ്പോഴ് നമ്മുടെ മറ്റു കാര്യങ്ങൾ നോക്കണം. അങ്ങനെ പ്രോഗ്രാം നന്നായി ചെയ്താൽ മാത്രം പോരാ, മറ്റ് നമ്മുടെ അഡ്മിൻ സംബന്ധമായിട്ടുള്ള നമ്മുടെ മറ്റ് കാര്യങ്ങളും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. ഒരു പക്ഷേ എനിക്ക് ആ ശ്രദ്ധ തരാത്തത് എൻ്റെ അച്ഛനായിരിക്കും. അച്ഛൻ ഒരു സാമ്പത്തിക കാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്തിയിരുന്നില്ല. കാരണം അച്ഛൻ അതിനേക്കാൾ ധന്യമായിട്ടും വിലപ്പെട്ടതായിട്ടും കരുതിയത് ഒരുപാട് ബന്ധങ്ങളും അതിലുപരി കലയുമായിരുന്നു. കഴിഞ്ഞ ദിവസം പത്രമാധ്യമങ്ങളിൽ ആരോ ചോദിച്ചു, നാടകം ചെയ്യുന്നു എന്ന് പറയുന്നു, നാടകം ചെയ്ത പരിചയമുണ്ടോ? ഞാനത് പറയാൻ മറന്നുപോയി. എൻ്റെ അച്ഛൻ പഴയ 8ാം ക്ലാസ്സുകാരനായിരുന്നു. അന്ന് ഒരുപാട് കഷ്ടപ്പെട്ട കാലത്ത് അച്ഛന് ജോലി കൊടുക്കാന്ന് പറഞ്ഞിട്ട് അച്ഛൻ ആ ജോലി ചെയ്യാതെ അച്ഛൻ ചവിട്ട് നാടകവുമായിട്ട് ലോകം ചുറ്റി നടന്ന ആളാണ്. അപ്പൊ നാടകമായിട്ട് ബന്ധമുണ്ടോ വെച്ചാൽ ഇത് പറയാൻ ഞാൻ മറന്നുപോയി. അതായിരിക്കും നാടകം ചെയ്യാനുള്ള എന്തെങ്കിലുമൊക്കെ ഒരു കഴിവ് എനിക്ക് കിട്ടിയത്. അപ്പൊ അച്ഛൻ അന്ന് കുറെ നന്മകൾ മാത്രമാണ് പഠിപ്പിച്ചത്. ഒരു പെൻസിൽ പോലും ആവശ്യമില്ലാതെ ആരുടെയും ആഗ്രഹിക്കരുത്. പിന്നെ നമ്മുടെ കയ്യിൽ വരുന്ന പൈസ നമ്മുടേത് മാത്രമല്ല. അത് ഞാൻ ഏതു കാലവും പാലിച്ചിട്ടുണ്ട്. എൻ്റെ പൈസ എൻ്റേത് മാത്രമല്ല. അത് സംഭവം എന്തെയിൽ വന്നു, അത് അർഹതപ്പെട്ട ഒരുപാട് പേരുണ്ട്. അത് പഠിപ്പിച്ചത് അച്ഛനാണ്. പിന്നെ 6 സഹോദരങ്ങളാണ് ഞങ്ങൾ. 7 മക്കളിൽ ഏറ്റവും താഴെയാണ് ഞാൻ. മൂത്ത പേര് ആർക്കും എത്താതിരുന്ന ഒരു സ്ഥലത്താണ് ഞാൻ എത്തിയത്. അതിന് അവരോട് എല്ലാവരോടും എനിക്ക് കടപ്പാടുണ്ട്. അവരിൽ 4 പേരിപ്പോഴില്ല. അവരുടെ വിയർപ്പാണ്. അവരോടും ആരുമില്ലെങ്കിലും ഉള്ളവരോടും ഇല്ലാത്തവരോടും നന്ദി. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ബാലകൃഷ്ണൻ. ഞാൻ MA-ക്ക് പഠിക്കുമ്പോഴാണ് ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യുന്നത്. അത് എൻ്റെ ഹസ്ബൻഡ് ബാലകൃഷ്ണൻ, അന്ന് ഹസ്ബൻഡ് അല്ല, ബാലകൃഷ്ണനാണ്, ഇങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ട്,
അത് അപ്ലൈ ചെയ്യണമെന്ന് പറയുകയും അതിന് കൃത്യമായി ഇന്ന രീതിയിൽ പഠിക്കണം എന്ന് പറഞ്ഞു തരികയും ചെയ്തത് അദ്ദേഹമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. നന്ദി അദ്ദേഹത്തിന്. പിന്നെ എൻ്റെ കൂട്ടുകാരെ പോലെ എൻ്റെ ഒപ്പമുള്ള എൻ്റെ കുട്ടികള്, എൻ്റെ സന്തോഷങ്ങളിൽ മാത്രമല്ല എൻ്റെ എല്ലാ ദുരിത കാലങ്ങളിലും എൻ്റെ രണ്ട് ഭാഗത്തു നിന്ന് എൻ്റെ മക്കളോട്, അവരോടും എനിക്ക് ഈ അവസരത്തിൽ നന്ദി പറയണം. ബാലകൃഷ്ണൻ സാർ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു പ്രാധാന്യം നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ദുട്ട് കിട്ടണമെങ്കിൽ അവര് കൃത്യമായി അവരുടെ ജോലി ചെയ്യണം. അവരോടും എൻ്റെ വ്യക്തമായിട്ടുള്ള സ്നേഹം, നന്ദി, കടപ്പാട് അറിയിക്കുന്നു. പിന്നെ കാഡർ വൈസ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബാലകൃഷ്ണൻ സാറിനോട് കൂടെ തന്നെ പ്രേംരാജ് സാറ് എൻ്റെ എല്ലാ ഈ പറഞ്ഞ ദുരിതകാലങ്ങളിലും അതിന് എന്തൊരു പരിഹാരം കാണണം എന്ന് അദ്ദേഹം എനിക്ക് കൂടെ നിന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അദ്ദേഹത്തോട് എനിക്ക് അതീവമായിട്ടുള്ള സഹോദര തുല്യമായിട്ടുള്ള, സാറ് നേരത്തെ പറഞ്ഞു 8 മണി സുഹൃത്ത്, അത് സാറ് പേടിക്കണ്ട, ഞാൻ ഇടയ്ക്ക് വന്നിരിക്കാം. പിന്നെ പ്രോഗ്രാം, ഞാൻ ചെയ്ത പ്രോഗ്രാമും അങ്ങനെ ചില കാര്യങ്ങൾ പത്രമാധ്യമങ്ങളിൽ വന്നു, കുറച്ചൊക്കെ വായിച്ചു. ഞാനിവിടെ ചെയ്തു എന്ന് പറയുന്ന പ്രോഗ്രാം അത് ഈ മാധ്യമത്തിലായതുകൊണ്ട് എനിക്ക് ചെയ്യാൻ സാധിച്ചതാണ്. എത്രയോ പേര് എന്നേക്കാൾ മികച്ചവർ പുറത്തുണ്ടെന്നുള്ള ധാരണ എനിക്ക് എപ്പോഴും ഉണ്ട്. ആ നന്ദിയോട് കൂടെ മാത്രമേ എല്ലാ ദിവസവും എല്ലാ പ്രാവശ്യവും ഞാൻ ഓരോ പ്രോഗ്രാം ചെയ്തിട്ടുള്ളൂ. ചെയ്ത പ്രോഗ്രാം ജനപ്രിയമായെങ്കിൽ അത് ദൈവനിയോഗം. ഒരു കാര്യം കൂടെ പറയാതെ വയ്യ, ഞാൻ ചെയ്ത പ്രോഗ്രാം ഇവിടെ അന്നുണ്ടായിരുന്ന, ഞാൻ പ്രോഗ്രാം ചെയ്ത കാലത്തുണ്ടായിരുന്ന മേലധികാരികൾ ഒരാൾ പോലും സപ്പോർട്ട് ചെയ്തിട്ട് ചെയ്തതല്ല. എൻ്റെ സഹപ്രവർത്തകർ മാത്രമാണ് എനിക്ക് സപ്പോർട്ട് തന്നത്. അന്ന് അത് ആ ഒരു ദുര്യോഗം എൻ്റെ എല്ലാ സഹപ്രവർത്തകർക്കും, പ്രശാന്തിനും കൃഷ്ണകുമാർക്കും ജോണിയും എല്ലാവർക്കും ഉണ്ടായിരുന്നു. നല്ല പ്രോഗ്രാം ചെയ്യാൻ കൂടെ നിൽക്കേണ്ട മേലധികാരികൾ എങ്ങനെയെങ്കിലും അത് മുടക്കണം എന്ന് ആഗ്രഹിച്ചവരാണ്. ഞാൻ ഓർമ്മച്ചെപ്പ് എന്നൊരു പരിപാടി ചെയ്യാൻ ഒരു നോട്ട് അന്നത്തെ സ്റ്റേഷൻ ഡയറക്ടർക്ക് കൊടുക്കുമ്പം അദ്ദേഹം അത് ഒന്നും മിണ്ടാണ്ട് മടക്കി. അന്ന് ഡി പ്രദീപ് കുമാർ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ആണ് അതിന്റെ താഴെ കമന്റ് എഴുതി, ഇത് കമേഴ്സ്യൽ വാല്യൂ ഉണ്ട്, ദിസ് മേ ബി പ്രൊസീഡഡ് എന്ന് പറഞ്ഞത്. ഇത് പ്രൊസീഡ് ചെയ്യണമെന്ന് ധൈര്യത്തോട് പറഞ്ഞ ഒരാളാണ് അദ്ദേഹം. അങ്ങനെയാണ് ഓർമ്മച്ചെപ്പ് ഉണ്ടായത്. കൂടെ നിന്നവരല്ലാണ്ട് എനിക്കൊരു ഗോഡ് മദറോ ഗോഡ് ഫാദറോ ഇവിടെ ഉണ്ടായിട്ടില്ല. ഞാൻ തന്നെയാണ് എൻ്റെ ഗോഡ് മദറും ഗോഡ് ഫാദറും. കാരണം അന്നത്തെ കാലം അതായിരുന്നു. പിന്നെ എൻ്റെ സഹപ്രവർത്തകര്, ഞാൻ ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി പുറത്തേക്ക് പോകുമ്പോൾ ആ പ്രോഗ്രാം, നല്ല പ്രോഗ്രാം അന്യം നിന്ന് പോകരുത് കരുതി അത് ഏറ്റെടുത്തവരാണ് പ്രശാന്തും കൃഷ്ണകുമാറും മാത്യു ജോസഫും ഒക്കെ. ഈ നിലയത്തിൽ ഇപ്പോഴില്ലെങ്കിലും മാത്യു ജോസഫിനെയും ഉണ്ണികൃഷ്ണനും ഊട്ടിയിലേക്ക് പോയെങ്കിലും അവരൊക്കെ കൂടെ നിന്ന് ഏക്കാലവും സപ്പോർട്ട് ചെയ്തവരാണ്. പിന്നെ വളരെ വിചിത്രമായ കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. പരാതി പറയേണ്ട സമയമല്ല. നല്ല പ്രോഗ്രാം എപ്പോൾ ചെയ്യാൻ പുറപ്പെട്ടിട്ടുണ്ടോ അത് അങ്ങനെ തന്നെ മുടങ്ങി പോകണമെന്നും സ്പോൺസേഴ്സ് തിരിച്ചു വിട്ടവരും ഉണ്ട്. സാരമില്ല, എല്ലാം കാവ്യനീതിയാണ്, കാലത്തിന്റെ കാവ്യനീതിയാണ്. എനിക്ക് സന്തോഷമുണ്ട് പടിയിറങ്ങുമ്പോൾ. എനിക്ക് ഒരുപാട് സൗഭാഗ്യങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. കിട്ടാത്തതിനെ കുറിച്ച് ഒന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. 14 വർഷം കഴിഞ്ഞ് ഒരു പ്രൊമോഷൻ, ഇനി പടിയിറങ്ങാൻ നേരത്ത് ഏപ്രിൽ മാസത്തില് വിഷു ബമ്പർ പോലെ ഒരു ADP. അപ്പൊ സന്തോഷം മാത്രമേ ഉള്ളൂ. നന്ദി ഇനി ആരോടാണ് ചൊല്ലേണ്ടത്? എല്ലാവരോടും നന്ദി. ഒരിക്കൽ കൂടി നന്ദി. നന്ദി, നമസ്കാരം. അശ്വതി മാഡം, അശ്വതി ചേച്ചി എന്നൊക്കെ വിളിക്കാം വേണമെങ്കിൽ. ഷിബു, സഹപ്രവർത്തകരെ, അധികം നീട്ടുന്നില്ല. ഇത്രയും ഊഷ്മളമായ ഒരു യാത്രയയപ്പ് തന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു ചെറിയ കാര്യം മാത്രമേ എനിക്ക് വിഷമമുള്ളൂ, ബാക്കിയിലേക്ക് സന്തോഷമേ ഉള്ളൂ പോകാനായിട്ട്. എൻ്റെ നാട്ടിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, കൊച്ചിയിൽ. ഞാനിവിടെ ആർക്കൊക്കെ എന്തൊക്കെ ഇത് റെപ്രസെന്റേഷൻ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ അവർക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും അത് കിട്ടിയിട്ടുണ്ട്. ഞാൻ അതേ ഉള്ളൂ, വേറെ ഇതൊന്നുമില്ല. പിന്നെ അശ്വതി ചേച്ചി, ഞാൻ അശ്വതി മാഡം എന്ന് വിളിച്ചപ്പോ എന്നെ മാഡം എന്ന് വിളിക്കരുത്, എന്റെ പേര് വിളിച്ചാൽ മതി എന്ന് പണ്ട് പറയാറുണ്ട്. ഒരു സന്തോഷകരമായ വിശ്രമ ജീവിതം
ആശംസിക്കുകയാണ്. ഷിബു എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടാണ്. അദ്ദേഹത്തിനും ബാംഗ്ലൂർക്ക് അവിടെ ഒരു നല്ല ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എല്ലാവരും നന്ദി, സന്തോഷം. വൈകിട്ട് എൻ്റെ വീട്ടിൽ ഒരു ചെറിയ സ്നേഹവിരുന്ന് സംഘടിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും വരണം, വരിക. ഓക്കെ, താങ്ക് യു. റെസ്പെക്റ്റഡ് പ്രൈം മിനിസ്റ്റർ കൃഷ്ണകുമാർ, നമ്മുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റ് അശ്വതി ചേച്ചി, ദെൻ എൻ്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട്, എൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ ഒരു കുടുംബ സുഹൃത്ത് ശ്രീ ഉണ്ണി, പിന്നെ ഞാൻ വളരെ ഏറെ കാണാൻ ആഗ്രഹിച്ചിരുന്ന കുറേ മുഖങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഊട്ടിയിൽ നിന്ന് ഉണ്ണികൃഷ്ണനും സിനിയും എത്തിയിട്ടുണ്ട്, അതുപോലെ പ്രശാന്തും നിഷ എത്തിയിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഏറ്റവും സന്തോഷകരം ഉണ്ണിയുടെ ഫാമിലി, ഞങ്ങളുടെ ഏറ്റവും ക്ലോസ് ഫാമിലി ഫ്രണ്ട്സാണ് ഷീല, മോള്, സീതാദ്, മരുമകൻ, അവരും എത്തിയിട്ടുണ്ട്. എല്ലാവരും കണ്ടപ്പോൾ വളരെയധികം സന്തോഷം. പിന്നെ എൻ്റെ സഹപ്രവർത്തകരെ, നിങ്ങൾക്കറിയാം ഞാനൊരു എന്താ പറയുക ഇൻട്രൂഡറാണ്. കാരണം ഇവിടെ ഞാൻ ഇവിടെ വെക്കേണ്ട വ്യക്തിയല്ല. കാരണം എല്ലാവർക്കും റിട്ടയർമെന്റ് പാർട്ടി സമയത്ത് ഒരു ട്രാൻസ്ഫർ പാർട്ടിയുള്ള ആൾ കയറി നിൽക്കേണ്ടതല്ല. എങ്കിലും അതൊരു കളർഫായി സന്തോഷമായി എത്ര പേരൊക്കെ ഉണ്ടാവില്ലോ. നിങ്ങളെല്ലാവരും ഒന്ന് കാണാനും സാധിച്ചു. എന്നോട് അപ്പോൾ അത് ചോദിച്ചിരുന്നു ഇവർ ഒരുമിച്ച് നടത്താൻ. ഞാൻ പറഞ്ഞു വേണ്ട, ഇവരുടെ ഒരു ഫംഗ്ഷൻ്റെ കൂടെ ഞാനും കൂടി വന്നു കഴിഞ്ഞാൽ എത്രത്തോളം അത് നന്നാവുമെന്ന്. ഇല്ലില്ല, അത് ഒരുമിച്ച് നമുക്ക് നടത്താം എന്ന് പറഞ്ഞു. പിന്നെ ഒരു വിശ്വാസം എനിക്കുണ്ട്, ഇനി ഇങ്ങോട്ട് മിക്കവാറും വരാൻ സാധ്യതയില്ല. അപ്പം നിങ്ങളതൊരു റിട്ടയർമെന്റ് പോലെ തന്നെ എടുത്തോ. എന്തായാലും ഞാൻ ഓർക്കുന്നത് ഏകദേശം 91 ഞാൻ ഇവിടെ വരുന്നത്. ആൻഡമാനിൽ നിന്ന് ട്രാൻസ്ഫർ ആയി വരുന്നത്. അതിന് മുൻപ് നേരത്തെ നമ്മുടെ പറഞ്ഞ മാതിരി ഞാൻ 1 വർഷത്തോളം ഡിഫൻസിലുണ്ടായിരുന്നു. ക്വാളിറ്റി അഷുറൻസ് വിങ്ങിൽ ചാർജ് ചെയ്യുന്ന ഒരു പോസ്റ്റിലായിരുന്നു. അതിൽ നിന്ന് റിസൈൻ ചെയ്തിട്ടാണ് ശരിക്കും പറയുകയാണെങ്കിൽ എന്താ പറയുക, ഒരു കടലിൽ നിന്ന് പൊട്ടക്കുളത്തിലേക്ക് എടുത്തിട്ട മാതിരിയായിരുന്നു ഞാൻ എന്നെ ആൻഡമാനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത്. കാരണം മദ്രാസ് എന്ന മഹാനഗരത്തിൽ മീനമ്പാക്കം എന്ന് പറഞ്ഞ ആ മഹാ സിറ്റിയിൽ എയർപോർട്ട് അത്ര വലിയൊരു സ്ഥലത്ത് ജീവിച്ചിരുന്ന എന്നെയാണ് ട്രാൻസ്ഫർ ചെയ്തത്. ട്രാൻസ്ഫർ അല്ല, ഞാൻ റിസൈൻ ചെയ്തിട്ടാണ് ആകാശവാണിയിലേക്ക് പോയത്. അന്ന് പ്രശാന്ത് പറഞ്ഞ മാതിരി ആകാശവാണിയുടെ നല്ല കാലം. അപ്പൊ എന്നോട് അവിടെയുള്ള എല്ലാവരും പറഞ്ഞു, ആരും മലയാളീസ് ആരും ഇല്ല, എല്ലാവരും നോർത്ത് ഇന്ത്യൻസ്. അവർ പറഞ്ഞു എത്രയും വേഗം പോയി രക്ഷപ്പെട്ടോ, ആകാശവാണി ദൂരദർശൻ എത്രയും വേഗം പ്രൊമോഷൻ കിട്ടും, വലിയ വലിയ പോസ്റ്റിലേക്ക് എത്താം, എത്രയും വേഗം പോയിക്കൊള്ളാൻ പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പൊട്ടേറി പോയി ജോയിൻ ചെയ്തു. അവിടുന്ന് 2 വർഷം കഴിഞ്ഞപ്പോൾ 91 ഡിസംബറിൽ ഇവിടെ വരുന്നത്. അപ്പോൾ ആര് പറഞ്ഞവരെ അന്നുണ്ടായ വളരെ കുറച്ച് പേര് 12 പേരാണ് ഇന്നും പടിയിറങ്ങുന്ന അശ്വതി ചേച്ചി, ഉണ്ണികൃഷ്ണൻ, സുഭേഷണൻ, പിന്നെ ഉണ്ണി പൂളക്കില്, ഇങ്ങനെ കുറച്ച് പേര്. എനിക്ക് തോന്നുന്നത് പേരാരും ഇല്ലാന്ന് തോന്നുന്നു. 4 പേര് അന്ന് ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. ആ 4 പേരും ക്വാർട്ടേഴ്സിലുണ്ടായിരുന്നു. സുഭേഷണ ചേച്ചി 2 പേരും ലോഡ്ജിലായിരുന്നു. അന്നത്തെ കാലത്ത് ആ ഒരു കൂട്ടായ്മ അതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടമായിരുന്നു. ആ എല്ലാ ചെറുപ്പക്കാരും കൂടി ചേർന്ന് രാവിലെ എഞ്ചിനീയേഴ്സും അല്ലെങ്കിൽ പ്രോഗ്രാംകാരും എല്ലാവരും കൂടി ചേർന്നുള്ള എല്ലാവരും ഏകദേശം ഒരു 15, 20, 30 വയസ്സ് ഇടയിലുള്ള എല്ലാവരും, അങ്ങനെ എല്ലാവരും കൂടി ചേർന്നുള്ള ഒരു നല്ല കാലം അത് ആകാശവാണി കോഴിക്കോട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഞാൻ ഇന്നലെ ഞങ്ങളുടെ എഞ്ചിനീയറിംഗ് സെക്ഷന്റെ പാർട്ടിയിൽ ഞാൻ പറഞ്ഞു എൻ്റെ നല്ല കാലം കഴിഞ്ഞു. നമ്മളെ ഇവിടെ ഉണ്ടായിരുന്ന ബേബി സാറ് അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഷിബു ധൈര്യമായിട്ട് ജോയിൻ ചെയ്തോ, അവിടെ എത്താനുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ, ബാക്കി നിങ്ങൾ നല്ല സ്ഥലമാണെന്ന് പറഞ്ഞു. അവിടെ പോയി 4 വർഷം നല്ലോണം ജോലി ചെയ്തു. ദൈവാനുഗ്രഹത്താൽ തിരിച്ച് വീണ്ടും ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആയ സമയത്ത് എന്നോട് ചീഫ് എഞ്ചിനീയർ ഓഫീസിൽ ചോദിച്ചു, വേർ യു വാണ്ട് ടു ഗോ, കൊച്ചി ഓർ കാലിക്കട്ട് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ വീട്ടിലേക്ക് വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു കാലിക്കട്ട് മതി എന്ന് പറഞ്ഞു. അതാണ് കാലിക്കട്ടിന്റെ പ്രത്യേകത. അപ്പൊ അന്ന് മക്കൾക്കും ഭാര്യയ്ക്കും എല്ലാവർക്കും ഇഷ്ടം കോഴിക്കോടാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ കോഴിക്കോടത്തെ ജനങ്ങൾ അത്ര സ്നേഹസമ്പന്നരാണ്. ആർക്കും ആരോടും വൈരാഗ്യമോ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്ന് നോക്കാനോ മറ്റുള്ളവർ ഉയരുന്നതിന് ആർക്കും ഒരു അസൂയയില്ലാത്തൊരു നാടാണ്. ഞാനും ഉണ്ണിയൊക്കെ എറണാകുളത്തുകാരാണ്. ഞങ്ങളുടെ ആൾക്കാർ മോശമാണെന്നല്ല പറഞ്ഞത്, പക്ഷെ ആ ഒരു നന്മ നമുക്ക് എങ്ങും കിട്ടുകയില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ എൻ്റെ നല്ല കാലം കഴിഞ്ഞത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാനും നമുക്കൊരു ഫ്രീഡം ഉണ്ട്. അത് ഞാൻ ഇപ്പോഴാണല്ലേ AE ആയുള്ളൂ. അതിന് മുമ്പ് ഞാൻ EA ലെവലിലുണ്ടായിരുന്നു, SCA ലെവലിലുണ്ടായിരുന്നു. ഇപ്പൊ AE ആയിട്ട് ഒരു 5 മാസം കിട്ടി. എന്ത് കാര്യം ഞാൻ ചെയ്യുമ്പോഴും ഞാൻ മറ്റുള്ളവരോട് ചോദിച്ചിട്ടേ ചെയ്യാറ്. എസ്പെഷ്യലി പ്രേമരാജ് സാറായിട്ട്. ഞാൻ പ്രേമരാജ് സാർ എന്ന് വിളിക്കുക, അന്നേരം പറഞ്ഞ മാതിരി ഞങ്ങൾ ഒരുമിച്ച്
ഒരേ പേര് പിടിച്ച് നടന്നാണ് അന്ന്. സത്യം പറയുകയാണെങ്കിൽ ഇന്നലെ പ്രേരാജ് സാറ് പറഞ്ഞത് എനിക്ക് അതിശയം തോന്നി. അദ്ദേഹം ആയിരിക്കുമ്പോൾ ഞാൻ SC ആയിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ കഴിവ് കൊണ്ടും അദ്ദേഹത്തിന്റെ പ്രയത്നം കൊണ്ടും ഇവിടുന്ന് എത്തേണ്ട വ്യക്തിയല്ല അദ്ദേഹം. ശരിക്കും പറഞ്ഞാൽ DE ഒക്കെ കഴിഞ്ഞു പോകേണ്ട വ്യക്തിയാണ്. അതിനുശേഷം അവിടെ വെച്ച് തന്നെ പ്രൊമോഷനായി, ഞാൻ അവിടെ നിന്ന് റിലീവായി. അങ്ങനെ വീണ്ടും കറങ്ങി തിരിഞ്ഞ് ഇവിടെ എത്തി ഒരുമിച്ച് വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. ഞാൻ പറയുന്നത് വെച്ചാൽ വീണ്ടും പറഞ്ഞു നമ്മുടെ ആ ഒരു യൂണിറ്റി അത് നമുക്ക് എങ്ങും കിട്ടുകയില്ല. വേറെ ഏത് സ്റ്റേഷൻ പോയാലും നമുക്ക് കിട്ടുകയില്ല. അത് എനിക്ക് തോന്നുന്നു പ്രശാന്തനൊക്കെ മനസ്സിലായി കാണും എനിക്ക് തോന്നുന്നു. നമ്മൾ ആ പഴയ വ്യക്തികൾ തമ്മിലുള്ള സ്നേഹം, ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഉണ്ണികൃഷ്ണൻ അവിടെ നിന്ന് കണ്ടപ്പോൾ ഉള്ള ഒരു സന്തോഷം. ഉണ്ണികൃഷ്ണൻ ഞാൻ സിമ്പിൾ ഒരു ഉദാഹരണം പറയാം. ഞങ്ങളന്ന് ഇവിടെ മാത്രമാണ് ഈ പ്രോഗ്രാം സെക്ഷൻ, എഞ്ചിനീയറിംഗ് സെക്ഷൻ, അഡ്മിൻ സെക്ഷൻ അങ്ങനെ ഒരു വേർതിരിവില്ലാത്തതുള്ളൂ. എല്ലാവരും ഒരുമിച്ച് മുന്നേറുന്ന ഒരു സ്റ്റേഷൻ. അന്ന് ഞങ്ങൾ ഇന്നലെ പറയുമായിരുന്നു, അന്ന് ഞാനും ഉണ്ണിയും മനോജും കൂടി മറ്റേ ലക്ഷദ്വീപിൽ ടൂർ പോയിരുന്നു. അന്ന് ഇങ്ങനെ ഹിൽ സ്റ്റേഷന്റെ സമയമാണ്. 8 വരെ പ്രോഗ്രാമുള്ളൂ. 8 കഴിഞ്ഞാൽ ഞങ്ങളുടെ പടിയെന്ന് വെച്ചാൽ അടുത്ത പറമ്പിൽ പോയി കരിക്കിടല. ആ പ്രശ്നമൊന്നുമുണ്ട്, വേറെ ഒന്നുമില്ല. കക്കാൻ പോലത്തല്ല, ഒരു രസം. 2 പേരെ തോളിൽ ഒരു കോണി ഉണ്ടാവും. ഞാൻ മോളി കയറി കരിക്കിടുന്നു, പറക്കിക്കൊണ്ട് വരുന്നു, കഴിക്കുന്നു. അങ്ങനെ ഒരു എന്താ പറയാ. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ പോയി ചൂട വാങ്ങിച്ചുകൊണ്ട് അങ്ങനെ ഒരു സന്തോഷകരമായ ഒരു കാലഘട്ടം കഴിഞ്ഞു. അതിനുശേഷം തിരിച്ച് വീണ്ടും ഇവിടെ വന്നപ്പോൾ ആ ഒരു എല്ലാവരെയും കണ്ടൊരു പ്രതീതി ഉണ്ടായിരുന്നു. ഇനി എനിക്ക് തോന്നുന്നില്ല ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുമെന്ന് അറിയില്ല. എനിക്കോ ആരെ പറഞ്ഞ മാതിരി അശ്വതീച്ചിയൊക്കെ പറയുകയാണെങ്കിൽ ഞങ്ങൾ ആ ക്വാർട്ടേഴ്സിലൊക്കെ ഉണ്ടായ സമയത്ത് ആ ഒരു യൂണിറ്റ്, അല്ലെങ്കിൽ നമ്മള് ക്വാർട്ടേഴ്സിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ എനിക്ക് നേരെ കാണുന്ന ക്വാർട്ടേഴ്സിലായിരുന്നു അന്ന് അശ്വതീച്ചിയും ബാലകൃഷ്ണനും താമസിച്ചിരുന്നത്. ഞങ്ങൾ കുറെ ബാച്ചിലേഴ്സ് ഉണ്ട്. എൻ്റെ ക്വാർട്ടേഴ്സിന് 5 years ഉണ്ടായിരുന്നു. ഞാൻ, പോൾസൻ, രാജേന്ദ്രൻ, സെയ്തലവി, മണി, അങ്ങനെ എല്ലാവരും. അവരെല്ലാവരും കൂടി ഇടതുവശത്തുള്ള C ടൈപ്പ് ക്വാർട്ടേഴ്സിൽ പറയേ. അങ്ങേ അറ്റത്ത് ഉണ്ണി, ഷീല, അതുപോലെ ഇവര് അങ്ങനെ കുറെ പേര്. അന്ന് അതിന്റെ കയറി വരുമ്പോൾ തന്നെ നമ്മുടെ ഉണ്ണികൃഷ്ണൻ പൂളയ്ക്കലിന്റെ ഫാമിലി, അതുപോലെ തന്നെ മജീദ്, മരിച്ചുപോയ മജീദിന്റെ ഫാമിലി, ആ എല്ലാവരും കൂടിയുള്ള ഒരു എന്താ പറയാ യൂണിറ്റി. വൈകുന്നേരം എല്ലാവരും കൂടി നമ്മുടെ അവിടെ ഗ്രൗണ്ടിൽ വരുന്നു, കളിക്കുന്നു, എല്ലാവരും തമ്മിൽ സ്നേഹത്തിൽ പങ്കിടുന്നു, എല്ലാ കാര്യങ്ങളും. ആ ഒരു കാലഘട്ടം കഴിഞ്ഞുപോയി. ഇനിയൊത്ത പുതിയ തലമുറ ഒരിക്കലും നമുക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കോ നിങ്ങൾ തന്ന എല്ലാ സ്നേഹത്തിനും നന്ദി. നേരത്തെ ഈ അശ്വതീശിയെ പറ്റി പറയുമ്പോൾ അതുപോലെ തന്നെ ഓർക്കേണ്ട ഒരു വ്യക്തിയാണ് നേരത്തെ പറഞ്ഞ ശിവാംബിക ചേച്ചി. ഞാൻ ഇന്നലെ പറഞ്ഞതാണ്, നമ്മൾ ഈ ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഇവരുടെയൊക്കെ ഇടപെടൽ ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ അറിയാം, നമ്മുടെ ഡ്യൂട്ടിക്ക് വരുന്ന സമയത്ത് നമ്മുടെ അശോക് കുമാറിന്റെ ഒരു ആക്സിഡന്റ്, ഡ്യൂട്ടിക്ക് ആളില്ല, ഫയർഫോഴ്സുകാർ വിളിച്ച് പറയുന്നു ഹോസ്പിറ്റലിൽ കിടക്കുന്നു, സീരിയസ് കണ്ടീഷനാണെന്ന് പറയുന്നു. എന്നോടാണ് പറയുന്നത് പോയി ഒന്ന് നോക്കാൻ പറയുന്നു. ഞാൻ ഇവിടുന്ന് പഠിച്ച് ചെല്ലുമ്പോൾ സമയത്ത് പറയാൻ പറ്റാത്തൊരു അവസ്ഥയിൽ കിടക്കുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ ഇംഗ്ലീഷിൽ കൂടെ പറയുന്നത് അനങ്ങിക്കൊണ്ടിരിക്കുന്നു, കണ്ണൊക്കെ തെറിച്ചു പോയിരിക്കുന്ന അവസ്ഥ. ആ സമയത്താണ് നമ്മളുടെ ആകാശവാണിയുടെ ഒരു വിലയൊക്കെ മനസ്സിലാക്കുന്നത്. ആ ഒരു നിമിഷം കൊണ്ട് ആകാശവാണി മൊത്തം അന്നൊരു 150 പേരുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ 48 പേരെയായിട്ട് കുറഞ്ഞു. അന്നൊരു 150 പേര്. ഞാനൊന്ന് ഇവിടെ ജോയിൻ ചെയ്ത സമയത്ത് ഉണ്ണിക്കറക്റ്റ് അറിയാം, 156 പേരോളത്തോളം ഉണ്ടായിരുന്നു. ആ സ്ഥാനത്താണ് ഇപ്പൊ 50 താഴെയായി. ഇനി അടുത്ത മാസങ്ങളിൽ പിന്നെയും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ചെല്ലുമ്പോൾ ആ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും മറക്കാൻ സാധിക്കില്ല. അദ്ദേഹം ഇപ്പൊ VRS എടുത്ത് കണ്ണൂർ തന്നെ ആ ഭാഗത്തുണ്ട്. പുള്ളി ഇവർക്കറിയാം, നല്ലൊരു കലാകാരനാണ്. അന്ന് എല്ലാവരും വന്ന് ആ ഒരു എന്താ പറയാ, ഏതൊക്കെ മെഡിക്കൽ കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഹെഡുകൾ ആരുണ്ട് അവരെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അതിന്റെ കാരണക്കാരും നമ്മുടെ ഇവരൊക്കെയായിരുന്നു. അശ്വതീച്ചി ഉണ്ടായിരുന്നു, ശിവാംബിക ചേച്ചി. കാരണം പിടിക്കേണ്ടവരെല്ലാം വിളിച്ചു. കാരണം അങ്ങനത്തെ ഒരു സീരിയസ് അവസ്ഥയിലായിരുന്നു. 8 മണിക്ക് തുടങ്ങി ഓപ്പറേഷൻ കഴിഞ്ഞത് ഏകദേശം രാത്രി 9 മണി 10 മണിയായി. കുറെ സീരിയസ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു പുള്ളിക്ക്. എന്നാലും കുറെയൊക്കെ പുള്ളി റിക്കവറി ആയി സർവീസിലേക്ക് തിരിച്ചു വന്നു. ഇപ്പോൾ പുള്ളി VRS എടുത്ത്. അങ്ങനെ ഓരോരോ അനുഭവങ്ങൾ നമ്മൾ ഓർക്കുമ്പോൾ നമുക്കൊന്നും കോഴിക്കോടിനെ പറ്റി അങ്ങനെ പെട്ടെന്ന് വിട്ടുപോകാൻ സാധിക്കില്ല. നമ്മളുടെ ഒരു സ്വന്തം കുടുംബം പോലെ എല്ലാവരെയും കാണുകയും അതേപോലെ തന്നെ നമ്മുടെ ഈ കുട്ടികൾ എപ്പോഴും ഇവിടെ അശ്വതിച്ച് പറയും എൻ്റെ കുട്ടികളാണ് ഇവിടെ കൂടുതൽ എനിക്ക് തോന്നുന്നു. നമ്മൾ പെർമനന്റ് സ്റ്റാഫ് ഇനി കുറച്ച് പോയി കഴിഞ്ഞാൽ അവരാരും ഉണ്ടാവില്ല. അവരൊക്കെ അന്യം നിന്ന് പോകുന്ന ജീവികളും ഈ എൻ്റെ കുട്ടികളായിരിക്കും മിക്കവാറും ഇവിടെ കൂടിയിരിക്കാൻ പോകുന്നത്. മനസ്സിലായും തോന്നുന്നു എല്ലാ കാഷ്വൽസ് അവരാണ് ഇപ്പൊ ആകാശവാണിയെ കൊണ്ടുനടക്കുന്നത്. അധികം വൈകാണ്ട് നേരത്തെ പറഞ്ഞ മാതിരി എഞ്ചിനീയർ സെക്ഷനിലും വരും. കാരണം അതിന്റെ ഓർഡറുകളായി തുടങ്ങി 5 വർഷത്തേക്ക് വന്നു. അത് ഒന്ന് മുമ്പ് പോയിട്ടില്ല. കാരണം ഇപ്പൊ ഒരു ഏകദേശം 2-3 വർഷത്തിനുള്ളിൽ എഞ്ചിനീയർ സ്റ്റാഫ് മൊത്തം റിട്ടയർഡായി കഴിയുമ്പോൾ വരാൻ പോകുന്നത് 5 വർഷത്തേക്കോ 3 വർഷത്തേക്കുള്ള കോൺട്രാക്ട് സ്റ്റാഫ് ആയിരിക്കും. ആ ഒരു അവസ്ഥയിലേക്ക് എത്തി. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾ തന്ന എല്ലാ സ്നേഹത്തിനും
പലരും പറയുന്നുണ്ട്, വിശക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ തന്ന എല്ലാ സ്നേഹത്തിനും ഒരിക്കൽ കൂടി സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഞാൻ ബാംഗ്ലൂരാണ് പോകുന്നത്, അവിടെ ഫ്ലാറ്റ് എടുത്തു. ഞാൻ ഇവിടെ ഒരു നേരത്തെ പറഞ്ഞ മാതിരി കുറെ നന്മകളും കിട്ടിയ ഒരു സ്ഥലമായിരുന്നു കോഴിക്കോട്. മക്കളെ മോളെ ഇവിടെ നിന്ന് പഠിച്ച് പാസ്സായി. അവള് കഴിഞ്ഞ ആഴ്ച കോളേജിൽ നിന്ന് ഏറ്റവും ടോപ്പറായിട്ട് ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആയിട്ട് അവൾ അവാർഡ് കഴിഞ്ഞ് ശനിയാഴ്ച പോയി വാങ്ങിക്കാനുള്ള ഒരു ഭാഗ്യം ഇരിക്കുന്നുണ്ടായി. ഇപ്പോഴേക്ക് തൊട്ട് സാധാരണ അവർ നടത്താറുള്ളത് ഓഗസ്റ്റിലാണ്. എന്താണെന്നറിയില്ല, അവർ കഴിഞ്ഞ ശനിയാഴ്ച നടത്തി. അതും പോയി വാങ്ങാനുള്ള ഭാഗ്യം കിട്ടി. അവൾ മാത്രമാണ് LNT കമ്പനിയിൽ പ്ലേസ്മെന്റ് കിട്ടി. അവളിപ്പോൾ ബോംബെയിലാണ്. മോൻ ബാംഗ്ലൂരുണ്ട്, അവൻ റൈസിൽ പഠിച്ചുകൂടി. അപ്പൊ അവരുടെ കൂടി ഒന്ന് കയറി എടുക്കാന്ന് വെച്ചിട്ട് പോയത്. അപ്പൊ അത് പറഞ്ഞാൽ ഒരു വീടും വാങ്ങാൻ പറ്റി. അതിപ്പോ ഇന്നലെ റെന്റ് ഔട്ട് ചെയ്തു. എല്ലാ നന്മകളും കൂടി കിട്ടിയ ഒരു സ്റ്റേഷനാണ്, ഇൻക്ലൂഡിങ് പ്രൊമോഷൻ. 20 വർഷം കാത്തിരുന്നിട്ടാണ് നമുക്ക് കിട്ടിയത്. ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടാണ് കേട്ടോ. കാരണം വെച്ചാൽ വീട്ടിലെ കുറെ പ്രശ്നങ്ങളും വീട്ടിലെ ഭക്ഷണം വെച്ച് മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്കൊന്ന് ഓടി പോകണ്ട. ഇപ്പൊ അനിയൻ വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പ്രൊമോഷൻ ആക്സെപ്റ്റ് ചെയ്തത്. എനിക്കോ നിങ്ങൾ തന്ന എല്ലാ സ്നേഹത്തിനും ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി, നന്ദി, നന്ദി. നമസ്കാരം. ആളില്ലാത്ത 3 പേരാണ് നമുക്ക് കോഴിക്കോട് ആകാശവാണിക്ക് നിന്ന് നഷ്ടമാവുന്നത്. ആദ്യമായിട്ട് ഷിബു സാറിനെ പറ്റി പറയുകയാണെങ്കിൽ, ഷിബു സാറ് ലൈഫിലെ ഏറ്റവും, ഇവിടെ നമ്മൾ എഞ്ചിനീയേഴ്സിന്റെ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആളാണ് ഷിബു സാറ്. ഞാൻ അത്യാവശ്യം ഡിസിപ്ലിൻഡ് ആളായിട്ടാണ് കാണുന്നത്, പക്ഷെ അതുക്കും വേറെയാണ് സാറ്. സാറ് ഞങ്ങൾ എപ്പോഴെങ്കിലും അത് ഡിഫൻസ് ഒന്നും കിട്ടിയതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സാറ് ബോൺ അങ്ങനെ തന്നെയാണ്, ഇനി അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പം സാറിന്റെ ഏത് കാര്യം എടുത്താലും അങ്ങനെയാണ്. സാറിന്റെ കൂടെ ഒരു 1-2 യാത്രകൾ പോകാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു. അപ്പൊ സാറിന്റെ കൂടെ യാത്ര പോവുക പറഞ്ഞാൽ വെരി ഈസിയാണ്. ജസ്റ്റ് ഒരു ബാഗ് എടുത്ത് നടന്നാൽ മതി. സാറെല്ലാം ഓർഗനൈസ്ഡ്, പ്ലാൻഡ് ആയിരിക്കും. ജസ്റ്റ് കൂടെ നിന്നാൽ മാത്രം മതി. അത്ര ഒരു സുഖം എനിക്ക് വേറെ യാത്ര ചെയ്യുമ്പോൾ കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ തന്നെ അതൊക്കെ അന്വേഷിക്കും, ഒന്നിന്റെ ആവശ്യമില്ല. അതൊരു ഭയങ്കര ക്വാളിറ്റിയാണ്. പിന്നെ നമ്മുടെ ഗെറ്റ് ടുഗദർ പാർട്ടികൾ ആയാലും എന്തായാലും സാറില്ലാത്ത ഒരു പാർട്ടി ഇനി നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഇനിയിപ്പോ ആരെങ്കിലുമൊക്കെ വന്നേ പറ്റൂ, അല്ലെങ്കിൽ സാറ് നോക്കിയിരുന്നതല്ല. പിന്നെ അതുപോലെ തന്നെ ട്രാൻസ്മിറ്ററിനെ സ്വന്തം വീട് പോലെ കാണുന്ന മറ്റൊരാളില്ല. സാറ് അറിയാണ്ട് അവിടുന്ന് ഒരു തേങ്ങ പോലും കടത്തുക എന്നുള്ളത് പോസിബിൾ അല്ല. പുറത്തിറങ്ങുമ്പോ സാറിന് തല്ലും, എന്നാലും സാറില്ല. പക്ഷെ അങ്ങനെ ഒരാളില്ല എന്നുള്ളത് ഒരു ഭയങ്കര സത്യമാണ്. കാരണം അത്രയും ഓരോ സാധനങ്ങളും നോക്കുന്ന ഒരാളെ ഇല്ല. എല്ലാവരും ജോലി ചെയ്ത് പോകുന്ന പോലെയല്ല സാറ്. സാറിന് എല്ലാ സ്ഥലത്തും സാറിന്റെ ഒരു കണ്ണുണ്ട്. അതൊരു വലിയ ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത് സാറിനെ. സാറെന്തായാലും സാറിന്റെ സൗഹൃദം ഒന്നും നഷ്ടപ്പെടുന്നില്ല നമുക്ക്. നമ്മളെന്തും കോണ്ടാക്റ്റിൽ ഉണ്ടാവും. അപ്പൊ സാറിന് പുതിയ സ്റ്റേഷന്റെ ഒരു നല്ലൊരു ടെന്യൂർ ആശംസിക്കുന്നു. പിന്നെ അടുത്തത് അശ്വതി മാഡം. ഞാൻ ചിലപ്പോൾ അശ്വതി ചേച്ചി എന്ന് വിളിക്കും, ചിലപ്പോൾ അശ്വതി മാഡം എന്ന് വിളിക്കും. മാഡത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇനി കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. മാഡം അത്രയും ഡൗൺ ടു ഹെർത്ത് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. മാഡം ഇല്ലാത്തൊരു പരിപാടി കോഴിക്കോട് ആകാശവാണിയിലും ഓണ പരിപാടിയിലും എന്തായാലും അത് ആലോചിക്കാൻ വയ്യ. മാഡം അപ്പം എന്ത് പരിപാടി ഉണ്ടാക്കിയാലും ഞങ്ങളെ കൂടെ ഉണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. മാഡത്തിനൊരു ഹാപ്പി ആയിട്ടുള്ള, ഒരു ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു റിട്ടയർമെന്റ് ലൈഫ് ആശംസിക്കുന്നു. പിന്നെ ഉണ്ണി സാറിനെ പറ്റി പറയുകയാണെങ്കിൽ, ഞങ്ങൾ ഒരുമിച്ച് ഒന്നും വർക്ക് ചെയ്തിട്ടില്ലെങ്കിലും ഞാൻ ആ വരാന്തയിൽ കൂടെ പോകുന്ന സമയത്ത് ഇടത് ഭാഗത്ത് നോക്കുമ്പോൾ എപ്പോഴും എന്നോട് ചിരിക്കുന്ന ഒരാളുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങോട്ട് നോക്കുന്ന സമയത്ത് ഇനി അത് ഉണ്ടാവില്ല എന്നുള്ള വലിയ സങ്കടം എനിക്കുണ്ട്. അധികം സംസാരിച്ചില്ലെങ്കിലും ഒരു അന്തർധാരയുണ്ട്. സാറിനും ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു റിട്ടയർമെന്റ് ലൈഫ് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടെ ഇന്നിവിടെ വന്നിട്ടുള്ള, ഈ ഫംഗ്ഷന് വന്നിട്ടുള്ള എല്ലാവർക്കും, ആകാശവാണി കുടുംബത്തിലെ എല്ലാവർക്കും നന്ദി. താങ്ക് യു. Mm-hmm.